എല്ലാവർക്കും അറിയാം, നമ്മുടെ സെഷനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അതായത് ഇറ്റ്സ് മീ ദ റിയൽ മീ എന്ന് പറയുന്ന സെഷനാണ്. ഇന്നത്തെ സെഷനിൽ നമുക്ക് ഗസ്റ്റ് ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അയ്യൂബ് സാറാണ്. സോ സോറി, അയ്യൂബ് സാർ അല്ല, അയ്യൂബ് സാർ ഈ വീക്കിലല്ല. ഓക്കെ, ഇന്നത്തെ നമ്മുടെ സെഷനിൽ വരുന്നത് സജ്ന മാം ആണ്. സജ്ന മാം ആർ യു ദേർ? സജ്ന മാം റെഡി ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. സോ എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? എം ഐ വിസിബിൾ? ചെറിയൊരു ടെക്നിക്കൽ എറർ കാണിക്കുന്നുണ്ട്. ഓക്കെ, സജ്ന മാം ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തൂ. മാം ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുക. ഗുഡ് മോർണിംഗ് എവരിവൺ, ഗുഡ് മോർണിംഗ്. നിങ്ങൾ എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. സജ്ന മാം ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുക. നമുക്ക് ഉടൻ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് മാം ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്യാം കേട്ടോ. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ? ഓക്കെ, ശരി. ഇപ്പൊ ഓക്കെ അല്ലേ? അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ഓക്കെ, മാം ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. എവിടെയാണ് സ്ഥലം, എന്താ ചെയ്യുന്നത്, കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. ഗുഡ് മോർണിംഗ് സർ. എന്റെ പേര് സജനാബി, പക്ഷെ ഞാൻ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന പേര് സജന ഹബീബ് എന്നാണ്. എന്റെ വീട് തൃശ്ശൂർ ജില്ലയിലെ മതിലകം എന്ന സ്ഥലത്താണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ OA ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോ ഒരു 6 വർഷമായി. അപ്പൊ ഇതാണ് എന്റെ ഒരു ഫാമിലി എന്ന് പറഞ്ഞാല് 2 പിള്ളേര്. ഒരു മൂത്താള് PG പഠിക്കുന്നു, ഇളയാള് 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പിന്നെ ഹസ്ബൻഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ 21 വർഷം കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് ക്യാൻസർ ആയിരുന്നു, CA കോളൻ, അതായത് വൻകുടലിൽ ക്യാൻസർ ആയിരുന്നു. അപ്പൊ ഒരു 4 വർഷത്തോളം നമ്മൾ അതിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയായിരുന്നു. 2023 അദ്ദേഹം നമ്മളോട് വിട പറയുകയാണ് ചെയ്തത്. അപ്പോ അങ്ങനെ ഇരിക്കും. ചോദിച്ചോളൂ. അപ്പോ എന്താ പറയാ, അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ലൈഫ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അതല്ലെങ്കിൽ സംഭവം നമ്മളിത് ഉൾക്കൊണ്ടതായിരുന്നു. നമുക്കറിയാം, ഡോക്ടേഴ്സ് ഒക്കെ നമ്മളോട് പറഞ്ഞതുമാണ് ഇങ്ങനെ ഇത് ഭയങ്കര സ്പ്രെഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോ എന്നിരുന്നാലും നമ്മൾക്ക് ആ ഒരു മിസ്സിങ് അതുമല്ലാതെ എന്നെ തളർത്തിയിരുന്നു. ആ ഒരു സമയത്താണ് ഞാൻ ഇതിലേക്ക് കയറി വരുന്നത്. അപ്പൊ എനിക്ക് ഇതിലേക്ക് വന്നതിന് ശേഷം ഞാൻ പലപ്പോഴും ചിന്തിച്ചിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാല്, അദ്ദേഹത്തിന് ഈ അസുഖം വന്ന് ആദ്യം 1 വർഷത്തിന് ശേഷം മാറിയ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. അങ്ങനെ ജസ്റ്റ് ഞങ്ങള് ചെക്കപ്പും കാര്യങ്ങളും മാത്രമായിട്ട് പോകുന്ന ആ ഒരു സമയത്തെങ്കിലും എനിക്കിതിൽ വരാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് എനിക്ക് വളരെയധികം തോന്നിപ്പോകാറുണ്ട്. കാര്യം രണ്ടാമത് വന്നപ്പോഴാണ് ഈ അസുഖം എന്ന് പറഞ്ഞാല്, ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല്, വന്ന് മാറിപ്പോയാൽ പിന്നെ വരാതിരുന്നാൽ രക്ഷപ്പെട്ടു, പിന്നെ വീണ്ടും റിക്കറൻസ് കാണിച്ചാൽ അത് അപകടമാണ്. അങ്ങനെ വീണ്ടും 2019 വന്നു, അത് കഴിഞ്ഞ് മാറി, പിന്നെ 2021 വീണ്ടും വരികയാണ് ചെയ്തത്. അപ്പൊ ഡോക്ടർ ഞങ്ങളെ ഭയങ്കരമായിട്ട് അമല ഹോസ്പിറ്റലിലായിരുന്നു, ഭയങ്കരമായിട്ട് പേടിപ്പിച്ചു. അങ്ങനെ പിന്നെ ഗംഗാധരൻ ഡോക്ടർ ട്രീറ്റ്മെന്റ് അവിടെ ഇവിടെ, അങ്ങനെ എന്താ പറയാ, വല്ലാത്തൊരു കാലഘട്ടത്തിലൂടെയായിരുന്നു അന്നൊക്കെ കടന്നു പോയിരുന്നു. അന്നൊന്നും എനിക്ക് ഈ ക്ലാസ്സിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. ഇപ്പൊ ഞാൻ എപ്പോഴും ആലോചിക്കും, അന്ന് ആ ഒരു മാറിയിരിക്കുന്ന സമയത്തെങ്കിലും എനിക്ക് വന്നിരുന്നെങ്കിൽ അദ്ദേഹം ഫൊർഗീവ്നെസ്സും പലതും അങ്ങനെ ടാപ്പ് ചെയ്ത് പലതും പ്രാക്ടീസ് ചെയ്ത് അദ്ദേഹത്തിന് ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാമായിരുന്നു എന്നുള്ളൊരു നിരാശാബോധം എന്നിൽ വളരെയധികം ഉണ്ട് സർ. അപ്പോ എന്താ പറയാ, നമുക്കൊരു വിധിയല്ലേ. അങ്ങനെ ഞാൻ എനിക്ക് മുന്നോട്ട് എങ്ങനെ ഞാനിങ്ങനെ പോകും, ഞാൻ വളരെയധികം മിസ് ചെയ്തു ഈ ഒറ്റപ്പെട്ട, അതായത് ഞങ്ങളിപ്പോ ഒരു വീട്ടില് ഞാനും ഹസ്ബൻഡും ഈ 2 പിള്ളേരുമായിരുന്നു താമസിച്ചിരുന്നത്. അവിടെ നിന്ന് ഒരാൾ പോകുമ്പോഴുള്ള അവസ്ഥ അറിയാലോ. അപ്പൊ എനിക്ക് എങ്ങനെ ആൾക്കാരോട് ബിഹേവ് ചെയ്യണം എന്നറിയില്ല. അങ്ങനെയൊക്കെ ഉള്ള ഒരു സന്ദർഭം വന്നു. എന്നെ ഏറ്റവും അടുത്തറിയുന്ന ആൾക്കാർ, അതായത് ഇപ്പോ ഹസ്ബൻഡിന്റെ ഏറ്റവും അടുത്ത ബന്ധു, അദ്ദേഹത്തിനോട് എനിക്ക് ചൂടാവേണ്ടിയൊക്കെ വന്നു. എനിക്ക് എങ്ങനെ പെരുമാറണം എന്നുള്ളൊരു വ്യക്തത ഉണ്ടായിരുന്നില്ല. അദ്ദേഹമൊക്കെ എന്നെ വളരെയധികം പൊക്കി പറഞ്ഞിരുന്ന വ്യക്തിയാണ്. അവള് ജോലിക്ക് പോകുന്നു, അവള് ഭർത്താവിനെ നോക്കുന്നു. കാര്യം അങ്ങനെ ഒരു ജോലി ഞാൻ പലപ്പോഴും എനിക്കിത് കിട്ടിയുള്ളൂ എന്നൊക്കെ വിഷമിച്ചിരുന്ന ആളായിരുന്നു. പക്ഷെ ആ ഒരു സന്ദർഭത്തിൽ എനിക്ക് ആ ജോലി, ആ ഒരു ഓഫീസും വളരെയധികം അനുഗ്രഹമാണ് ചെയ്തിരുന്നത്. കാര്യം ഓരോ ഹോസ്പിറ്റലിൽ പോകുമ്പോഴും ഞാനായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ. പുള്ളിക്കാരന് അതായിരുന്നു താല്പര്യം. അങ്ങനെ പോകാൻ പറ്റിയതായ ഒരു ഓഫീസ് ആയതുകൊണ്ടാണെന്നുള്ളത് എനിക്കിപ്പോ വളരെ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഞാൻ ആലോചിക്കുകയാണ്. വേറെ ഞാൻ ആഗ്രഹിച്ച പോലെ ഞാൻ MSc B.Ed സെറ്റുള്ള ആളാണ്. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച പോലെ +2 ടീച്ചറോ അല്ലെങ്കിൽ ഹൈസ്കൂൾ ടീച്ചറോ ഒക്കെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് ഇതുപോലെ ലീവ് എടുത്തൊന്നും കൂടെ നിൽക്കാൻ പറ്റില്ലായിരുന്നു. ഇത് ഓരോ രംഗത്തും
എപ്പോഴും ഞാൻ തന്നെ കൂടെ ഉണ്ടായിരുന്നു. അതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു സമാധാനമുണ്ട്. എങ്കിൽ കൂടിയും ഒരു ഒറ്റപ്പെടൽ വല്ലാത്ത ഫീലിംഗ് ആയിരുന്നു. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇങ്ങനെ ഒരു ലിങ്ക് അയച്ചു തരുന്നത്. പിന്നെ എനിക്കിത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്ത് വരുമ്പോൾ സാറിന്റെ ക്ലാസ്, ഓഫ്ലൈൻ ക്ലാസ്സിന്റെ ഒരു വീഡിയോ കാണാനിടയായി, ഷാഫി സാറിന്റെ. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് ജോയിന്റ് ആവുന്നത്. അപ്പൊ എനിക്ക് സാറിന്റെ ക്ലാസ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത്, ഞാൻ മുഖസ്തുതി പറയല്ല, എന്താണ് ട്രഷർ ഹൗസ് ഓഫ് നോളജ് എന്നൊക്കെ പറയൂലേ, ഒരു എന്താ പറയാ, അറിവിന്റെ കലവറ. അപ്പൊ നമ്മളുടെ സംശയങ്ങൾക്കുള്ള ഒരു മറുപടി അവിടെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ച് ഞാൻ ആദ്യം എന്നാലും മടിച്ചു നിന്നു. കാര്യം ഞാൻ വിചാരിച്ചിരുന്നത് എനിക്ക് യൂട്യൂബിൽ നിന്നൊക്കെ കുറെ അറിവ് കിട്ടിയിട്ടുണ്ട്, അപ്പൊ ഇതൊക്കെ എന്തോ വലിയ സംഭവം എനിക്ക് അറിയാമെന്നുള്ളതായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് അതൊന്നും അല്ല അറിവ് എന്ന് മനസ്സിലായത്. പിന്നെ നമ്മളുടെ ലൈഫിൽ ചില സന്ദർഭങ്ങൾ ഉണ്ടാവുമല്ലോ, രണ്ടു കൂട്ടം മനുഷ്യരുണ്ടല്ലോ, ഒന്ന് നന്ദി പറഞ്ഞ് കൂടെ നിർത്തേണ്ടവരും, ഒന്ന് ഫോർഗീവ് ചെയ്ത് തള്ളിക്കളയേണ്ടവരും. അങ്ങനെ തള്ളിക്കളയേണ്ട ഒരു സന്ദർഭം വന്നപ്പോ ഞാൻ പിന്നെ ശരത് സാറിനെ കോണ്ടാക്ട് ചെയ്യുകയും അങ്ങനെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുകയാണ് ഉണ്ടായത്. ഓക്കെ. സോ വളരെയധികം സന്തോഷം സുജന മാം ഷെയറിങ് ദിസ്. 1 മിനിറ്റ്. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലൂടെ നിങ്ങളുടെ ഈ ഒരു കംപ്ലീറ്റ് സ്റ്റോറി ഇവിടെ പറയുമ്പോൾ നമുക്കൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമുക്കെല്ലാവർക്കും അറിയാം, നിങ്ങളോട് എല്ലാവരോടും കൂടി പറയുകയാണ്, സജന മാം അത്രയും ഒരു അതിൻ്റെ ദുഃഖം, ആ ദുഃഖം പിന്നീട് ലൈഫ് എങ്ങനെ മുന്നോട്ട് പോകും എന്ന് അറിയാൻ കഴിയാത്ത അത്രയ്ക്കും പ്രയാസകരമായിട്ടുള്ള ബുദ്ധിമുട്ട് നിറഞ്ഞിട്ടുള്ള സാഹചര്യത്തിലൂടെ ഒരാൾ കടന്നു പോകുന്നു. എന്നിട്ട് ആ സാഹചര്യത്തിൽ നിന്ന് എങ്ങനെയാണ് ആ ഗ്രീഫിൽ, ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ഇതേപോലെ ഇതേപോലെ ഇഷ്യൂസ് ഉള്ളവരുണ്ടാവാം, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. വർഷങ്ങളായിട്ട് കൂടെ ഉണ്ടായിരുന്ന ജീവിത പങ്കാളി മരണപ്പെടുന്നു, എന്നിട്ട് പിന്നീട് അവിടുന്ന് അങ്ങോട്ടുള്ള ലൈഫ് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ഉണ്ടാകാൻ കഴിയാത്ത ആൾ. ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു ബീഹാറിൽ നിന്നുള്ള, അവരുടെ അച്ഛൻ ഒറ്റയടിക്ക് മരണപ്പെട്ടു. അങ്ങനെ മരണപ്പെട്ടിട്ട് അവരെന്നെ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ പെട്ടെന്ന് എല്ലാ ഉത്തരവാദിത്തങ്ങളും അയാളുടെ എന്താ പറയുക, പരിധിയിലേക്ക് വന്നു. അതുവരെ അങ്ങനെയുള്ള വീട്ടിലെ ഉത്തരവാദിത്തങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല, എല്ലാം ഫ്രീ ആയിട്ട് നടന്നു. പക്ഷെ അത് ഭയങ്കരമായിട്ട് എന്ത് ചെയ്തു, സ്ട്രെസ്സ് വരികയും അച്ഛനെ നഷ്ടപ്പെട്ട ദുഃഖം ഒരു സൈഡിൽ, എല്ലാ ഉത്തരവാദിത്തങ്ങളും പരിധിയിലേക്ക് വന്നതിൻ്റെ ഇനി എങ്ങനെ ഇതെല്ലാം മാനേജ് ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു പ്രയാസം, അത് വേറെ സൈഡിൽ. ഇത് രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് വന്നപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു താങ്ങാൻ കഴിയാത്തത് ബുദ്ധിമുട്ടാവുകയും അങ്ങനെ അവർക്ക് ആങ്സൈറ്റി, പാനിക് അറ്റാക്ക് വരുന്ന രൂപത്തിലുള്ള സിറ്റുവേഷൻസ് ആങ്സൈറ്റിയുമായി മാറുകയും ഒരുപാട് ദിവസങ്ങളോളം ഹോസ്പിറ്റലിലൊക്കെ സ്പെൻഡ് ചെയ്യേണ്ട ഒരവസ്ഥ ഉണ്ടായിരുന്നു. അവർക്കൊരു തെറാപ്പി ചെയ്തു കൊടുത്തു, ഓൺലൈൻ വഴിയാണ് ചെയ്തത്. അതോടുകൂടി ആ ഒരു ഇതിൽ നിന്ന് അവർ റിക്കവറായിട്ട് വന്നു. അതുപോലെ ഒരു സിമിലർ സ്റ്റോറി പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് സജന മാമിൻ്റെ ഈ ഒരു സ്റ്റോറി. അപ്പം അത്രയും ഒരു ഒന്നുകൂടെ എനിക്ക് ചോദിക്കുകയാണ്, ആക്ച്വലി ഒരു ദുഃഖം ഉണ്ടായിരുന്നു, വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ ഒരു മരണത്തിന് ശേഷം നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഫീലിങ്സ് എന്തൊക്കെയായിരുന്നു? അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് ആ ജീവിതം അനുഭവപ്പെട്ടത്? ഇനി എനിക്ക് എങ്ങനെ മുന്നോട്ട് പോകും എന്നാണോ? എന്തൊക്കെ ചിന്തകളാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നത്? അതായത് ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഇത് ഉൾക്കൊണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഇദ്ദേഹം പോയി കഴിഞ്ഞ് നമ്മൾ ഈ വീട്ടിൽ ഒറ്റക്കായപ്പോ ഞാൻ ഇനി എന്ത് ചെയ്യും, ഞാൻ ഇനി പിള്ളേരെ എങ്ങനെ വളർത്തും? പിന്നെ അതേ സമയം തന്നെ എന്റെ മനസ്സിൽ വന്ന ചിന്ത, ഈ കുട്ടികൾക്ക് ഇനി ഉമ്മച്ചിയായിട്ടും വാപ്പിച്ചിയായിട്ടും ഞാൻ തന്നെ ഉള്ളൂ. അപ്പൊ ഞാൻ സ്ട്രോങ് ആവേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അവർക്കൊരു കുറവ് വരരുത്. അവർക്ക് വാപ്പിച്ചു ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ പറയായിരുന്നു, അല്ലെങ്കിൽ വാപ്പിച്ചു ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു ചിന്ത അവരുടെ മനസ്സിൽ വരരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ജോലിക്ക് പോവുകയും, അവര് ഓഫീസുകാർ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. അവർ നന്നായിട്ട് കുറെ വിളിച്ചു, എന്നെ ഇവിടെ വന്ന് കൂട്ടിക്കൊണ്ടു പോയി. അങ്ങനെയൊക്കെ ഞാൻ ജോലിക്ക് പോവുകയും ഞാൻ എൻഗേജ്ഡ് ആവും, പരമാവധി എൻഗേജ്ഡ് ആവാനാണ് ഞാൻ ശ്രമിച്ചത്. അതല്ലെങ്കിൽ നമ്മൾക്ക് ഒറ്റയ്ക്ക്, പ്രത്യേകിച്ച് ഈ വീട്ടിലേക്ക് ഇങ്ങോട്ട് വരുമ്പോ എന്താ പറയാ, വല്ലാത്ത ചിന്തകൾ തന്നെ പിടിച്ചു മുറുക്കിയിരുന്നു. ഞാൻ കുറെ രാത്രികൾ ഇങ്ങനെ ഉറക്ക കരയുമായിരുന്നു. അപ്പൊ എനിക്കൊരു ആശ്വാസം കിട്ടും. കുറെ നേരം അങ്ങനെ നമ്മൾ ഇങ്ങനെ കരഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു റിലീഫ് കിട്ടുമായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ പോവുകയാണ്. ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ പിന്നെ ഞാൻ ഈ വക മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. എങ്ങനെ മനസ്സിനെ ഇതാക്കാം, എങ്ങനെ നമ്മൾ അകൽലോകമാണ് നമ്മളെ പുറം ലോകത്തെ തീരുമാനിക്കുന്നതെന്നൊക്കെ അറിഞ്ഞപ്പോ അതെങ്ങനെ മൈൻഡ്ഫുൾനെസ് വരുത്താം, അങ്ങനെയുള്ള ചിന്തകളിലേക്ക് വഴിമാറ്റപ്പെട്ടു. പിന്നെ ഞാൻ ഇങ്ങനെ അത്യാവശ്യം ബുക്കൊക്കെ വായിക്കുന്ന ആളായിരുന്നു. ചെറിയ
തോതിൽ എഴുതുന്ന ആളായിരുന്നു. അപ്പോ കുറെ നാളായിട്ട് അതൊക്കെ സ്റ്റക്ക് ചെയ്ത് വെച്ചേക്കായിരുന്നു. ഞാൻ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെയുള്ള ഒരു പാതയിലൂടെ എന്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിച്ചു കൊണ്ടിരുന്നത് ആ ഒരു സമയത്ത്. വളരെയധികം സ്ട്രഗിൾ അനുഭവിച്ചു. കാര്യം നമ്മൾ തന്നെ, എനിക്കറിയാം ആരും ഉണ്ടാവില്ല, നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ. കാര്യം എന്റെ മാതാപിതാക്കൾ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴും കെയർ ചെയ്ത് എന്നെ ഇങ്ങനെ എന്താ പറയാ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കണം. അവര് ഇപ്പോ ഞാൻ മൂത്ത മോളാണ്. ശരിക്കും പറഞ്ഞാൽ അവർക്ക് എന്റെ കാര്യം അന്വേഷിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ അവര് ഏറ്റവും കൂടുതൽ വിളിക്കുന്നതും എല്ലാം നടത്തുന്നതും എന്നെയാണ്, എന്റെ കാര്യങ്ങളാണ്. ഈ ശനി ഞായർ എന്ന് പറയുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ ഇവിടെ നിൽക്കാറില്ല. നേരെ വീട്ടിലേക്കാണ് പോവുക. ഇവിടെ ഭയങ്കര ഒറ്റപ്പെടൽ ഫീലിംഗ് ആയിരിക്കും. അപ്പൊ എന്റെ വീട്ടിലേക്കാണ് പോവുക. ഇപ്രാവശ്യം മാത്രം പോയില്ല. അങ്ങനെയൊക്കെ ഉള്ള ഓരോ മാറ്റങ്ങളായിട്ട് ഇങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത്. നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്തു. ആ ജോയിൻ ചെയ്തിട്ട് ഉടനെ ഉണ്ടായിട്ടുള്ള ഒരു റിയലൈസേഷൻ ഒന്നിപ്പോ പറഞ്ഞു എന്താ വെച്ചാൽ 1.5 വർഷം മുമ്പ്, അല്ലെങ്കിൽ എന്താ പറയുക, സോറി, ഹസ്ബൻഡ് മരണപ്പെടുന്നതിന്റെ 1.5 വർഷം മുമ്പ് ഇത് കിട്ടിയിരുന്നെങ്കിൽ ശരിക്കും വലിയ ഉപകാരമായിരുന്നു എന്നൊരു ചിന്ത വന്നു. അതേപോലെ എന്താണ് ഏറ്റവും വലിയൊരു റിയലൈസേഷൻ ഉണ്ടായത്? തിരിച്ചറിവ് എന്താണ് ഉണ്ടായത്? എനിക്ക് എന്നെ മനസ്സിലാക്കാൻ സാധിച്ചു. എന്റെ കുറവുകളെ, അതായത് എനിക്ക് കുറെ ലിമിറ്റിംഗ് ബിലീഫ് ഉണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഈ ട്രോമ ചെയ്യുമ്പോൾ, അല്ല ഈ ഹീൽ ചെയ്യുമ്പോൾ, ടാപ്പ് ചെയ്യുമ്പോൾ നമുക്കുണ്ടായിട്ടുള്ള ട്രോമകൾ എന്തൊക്കെയാണെന്നുള്ളത് ശരിക്കും മനസ്സിലാക്കാൻ സാധിച്ചു. കുറേ അധികം ലിമിറ്റിംഗ് ബിലീഫ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, എന്റെ ഉമ്മ ചെറുപ്പത്തിലൊക്കെ പറയുമായിരുന്നു, പുള്ളിക്കാരി ഇങ്ങനെ എന്നോടുള്ള കുറവ് കൊണ്ട് പറയുന്നതല്ല, ഇങ്ങനെ പറയും, എന്റെ മോള് കറുത്തതാ, അവൾ ആര് കെട്ടിക്കൊണ്ടുപോവാനാ, അങ്ങനെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ആരെങ്കിലും അത് കുഴപ്പമില്ല, അവൾക്ക് മുഖ ദൃഷ്ടി ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാനാണ് പുള്ളിക്കാരി പറയുന്നതെങ്കിലും ഇതെന്നിൽ ട്രോമയായി കിടന്നിരുന്നു. ഇത് വലുതായപ്പോ എനിക്ക് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാല്, എന്തിനും ഇതിനും അപകർഷതാബോധം. ഞാൻ ചെയ്തത് ശരിയാവോ, ഞാൻ പറഞ്ഞത് ശരിയായോ, അങ്ങനെയൊക്കെയുള്ള കുറെ അപകർഷതാബോധം. ഇപ്പൊ എന്തെങ്കിലും എഴുതിയിട്ട് തന്നെ ഞാൻ FB-ലോ ഒന്നിലും പോസ്റ്റ് ചെയ്യാൻ എനിക്ക് മടിയാണ്. കാര്യം ഒന്നാമത് വിമർശനങ്ങളെ അതിജീവിക്കാനുള്ള ശേഷിയില്ല. പിന്നെ അതും തന്നെയല്ല, ഇങ്ങനെയുള്ള കുറെ അപകർഷതയിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരുന്നു. അതൊന്നാമത്തെ ട്രോമ. പിന്നെ അതുപോലെ തന്നെ വേറൊരു ട്രോമ എനിക്കുണ്ടായിരുന്നതെന്ന് വെച്ചാല്, ഇതൊക്കെ ടാപ്പ് ചെയ്യുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പൊ ഞാൻ ഓർത്തു ഇത് എന്തൊരു പവർഫുൾ ടൂൾ ആണെന്ന്, പല കാര്യങ്ങളും. അതുപോലെ ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോ ഞങ്ങളുടെ സീനിയർ ആയിട്ടുള്ള ഒരു കുട്ടി കല്യാണം കഴിച്ചും ഭാര്യയും ഭർത്താവും വന്നു. അപ്പൊ അവരെന്ന് വെച്ചാല് അന്ന് എഞ്ചിനീയർ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വലിയൊരു സംഭവമാണ്. അപ്പൊ ഞങ്ങളുടെ ഒരു സാറ് പറഞ്ഞു, കണ്ടോ, പെൺകുട്ടികൾ കല്യാണം കഴിക്കുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. അതായത് ഒരു നല്ല ചെക്കനെ പെൺകുട്ടികൾ പഠിക്കുന്നത് ഇങ്ങനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ജോലിക്കല്ല. അതും എന്റെ മനസ്സിൽ കടന്നിരുന്നു. അപ്പൊ ജോലി എന്നതിനേക്കാൾ ഉപരി ഒരു നല്ല ചെക്കനെ കിട്ടുക എന്നതായിരുന്നു എന്റെ മനസ്സില്. അങ്ങനെയൊക്കെ അതൊക്കെ നമുക്ക് ടാപ്പ് ചെയ്യുമ്പോഴാണ് മനസ്സിലായത്. പിന്നെ എന്താ പറയാ, ഞാൻ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്. നല്ലോണം പഠിക്കാനായിട്ട് കുറെ ഹാർഡ് വർക്ക്, അല്ലാതെ പെട്ടെന്ന് കിട്ടുക അങ്ങനെ സ്മാർട്ട് വർക്ക് അല്ല, ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പൊ ഉമ്മ പറയുമായിരുന്നു, എന്റെ വാപ്പ സൗദിയില് ഭയങ്കര കുറെ കഷ്ടപ്പെടുന്ന ആളായിരുന്നു. പക്ഷെ അതിനൊത്ത മെച്ചൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഉമ്മ പറയും, ചില ആളുകളുണ്ട് കുറെ കഷ്ടപ്പെടും, അതിനത്ര റിസൾട്ട് ഇല്ല. വാപ്പയും മോളും അതുപോലെ തന്നെയാണ്. അതും എന്നിലൊരു ട്രോമയായിട്ട് കിടന്നിരുന്നു. അങ്ങനെ ഈ ജോലിയുടെ സമയത്ത് ഞാൻ ആഗ്രഹിച്ചിരുന്നത് എന്തെങ്കിലും ഒരു ജോലി, എന്തെങ്കിലും ഒരു ഗവൺമെന്റ് ജോലി കിട്ടണേ എന്നായിരുന്നു. അതല്ലാതെ വലുതിലേക്ക് പോകാനുള്ള ഒരു അപ്പൊ ഒരു ഇതുണ്ടായിരുന്നില്ല, മാനസികമായിട്ട് ഉണ്ടായിരുന്നില്ല. കാര്യം എനിക്ക് ഇതെങ്കിലും ഒന്ന് കിട്ടിയെങ്കിൽ മതിയായിരുന്നു എന്നുള്ള ചിന്തയാണ്. അതൊക്കെ എന്റെ ലിമിറ്റിംഗ് ബിലീഫിന്റെ ഭാഗമാണെന്നുള്ളത് ഇതിലേക്ക് വന്നപ്പോഴും മനസ്സിലായത്. കാര്യം പിന്നെ എന്ത് എക്സാം എഴുതുമ്പോഴും തൊട്ടടുത്തെത്തുമ്പോ ഞാൻ അതിൽ നിന്ന് ഔട്ടാവുകയാണ് ചെയ്യണത്. അല്ലെങ്കിൽ എന്തെങ്കിലും നിയമന നിരോധനോ എന്തെങ്കിലുമൊക്കെ വന്നിട്ട്, ഒരു പ്രാവശ്യം നല്ല റാങ്കിൽ വരികയും പക്ഷെ നിയമന നിരോധനം വന്ന് എനിക്ക് ജോലി കിട്ടിയില്ല, ടീച്ചിങ്ങിന്റെ ഇത് തന്നെ. അപ്പോ ഞാൻ എന്നെ കുറിച്ച് വിധി എഴുതി അൺലക്കി ലേഡി. അപ്പൊ അങ്ങനെ കുറെ ലിമിറ്റിംഗ് ബിലീഫുകൾ. എനിക്ക് ഓർമ്മയുണ്ട്, നിങ്ങൾ എന്നോട് പലപ്പോഴും പലതവണ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇങ്ങനെ, പ്രത്യേകിച്ച് നിങ്ങളും ഹസ്ബൻഡും കൂടെ ഈ ഒരു, അതായത് നിങ്ങൾ അൺലക്കിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു, അതിന് പുറമെ ഹസ്ബൻഡിനും കൂടെ കൂട്ടിയിട്ട് നിങ്ങൾ പല സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴും നമ്മളത് മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ ഉള്ളിൽ ഒരു ലിമിറ്റിംഗ് ബിലീഫ് ഉണ്ടായിരുന്നു, മുൻകൂട്ടി അതിനെക്കുറിച്ച് പറയുകയോ അല്ലെങ്കിൽ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് നഷ്ടപ്പെടും, അതുകൊണ്ട് നമുക്ക് കിട്ടും എന്ന് നമ്മൾ ആഗ്രഹിക്കുകയോ എക്സ്പെക്റ്റോ ചെയ്തു കഴിഞ്ഞാൽ കിട്ടാതെ പോകും.
അപ്പൊ അതൊരു പാറ്റേൺ, ഒരു അൺലക്കി ലേഡി എന്ന് പറയുന്ന ഒരു സെൽഫ് ഇമേജ് ഉണ്ടായിരുന്നു എന്നൊരു തിരിച്ചറിവിലേക്ക് വരികയും ഇത്തരത്തിലുള്ള ലിമിറ്റിംഗ് ബിലീഫുകളുണ്ട്, ഓരോ റൂട്ട് കോസുകൾ അല്ലെ. നമുക്കിപ്പോൾ ഞാൻ അനുഭവിച്ച എല്ലാ ലൈഫിലും ഇപ്പോഴും അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു റൂട്ട് കോസ് എൻ്റെ ലൈഫിലുണ്ടെന്നും ആ റൂട്ട് കോസ് എന്താണെന്നുള്ളതും കണ്ടെത്താൻ പറ്റി. അത് കണ്ടെത്തിയതിന് ശേഷം അത് നിങ്ങൾ എങ്ങനെയാണ് ലൈക്ക് അതിനെ മറികടക്കാൻ പറ്റിയോ? ഇപ്പോൾ ഉള്ള ഇമേജുകൾ എന്താണ് ഒന്ന് പറയൂ. ഇപ്പോ ഞാൻ എന്നും പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. അതായത് നമുക്കൊരു മാറ്റം വേണം എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടിയിട്ട് വന്നിട്ടുള്ള ആളാണ്. അപ്പൊ എന്നും സെൽഫ് ലവ്, സെൽഫ് ഫോർഗീവ്, ഗ്രാറ്റിറ്റ്യൂഡ് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. അപ്പൊ ഇതേപോലെ ഈ ട്രോമ എടുത്തിട്ട് പല പ്രാവശ്യം ചില കാര്യങ്ങളൊക്കെ പല പ്രാവശ്യം ഹീൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, ടാപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ചെയ്തപ്പോ എനിക്ക് വന്നതെന്ന് വെച്ചാൽ ഭയങ്കര സെൽഫ് കോൺഫിഡൻസ് വന്നു. ഒന്നാമത്തെ കാര്യം, വണ്ടി ഓടിക്കാനൊക്കെ ഭയങ്കര പേടിയുള്ള ആളായിരുന്നു. ഇപ്പൊ നല്ല സ്പീഡിലാ പോകുന്നത്. അപ്പൊ എന്റെ മോൻ പറഞ്ഞു, ഓവർ കോൺഫിഡൻസ് വേണ്ട, ഞങ്ങളെ അനാഥരാക്കരുത് എന്ന് അവൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഹേയ് അതൊരിക്കലും ഇല്ല. കാര്യം അതിനു മുമ്പ് വരെ ഭയങ്കര പേടിയുള്ള ആളായിരുന്നു. ഇത് വണ്ടി എടുക്കുമ്പോ കുറെ ഓരോന്നൊക്കെ ചൊല്ലി പറഞ്ഞു അങ്ങനെ ചെയ്ത്, പിന്നെ പോകുമ്പോ ഞാൻ ആലോചിക്കണത് എന്താന്ന് വെച്ചാല് ഏതെങ്കിലും വണ്ടി ഒന്ന് ഇടിക്കോ, പിന്നെ അതിന്റെ കോൺസിക്വൻസ്, പിന്നെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ച എന്റെ പിള്ളേരുടെ അവസ്ഥ, എന്റെ ഉമ്മാനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, ഇങ്ങനെ ഓവർ തിങ്കിങ് ആയിരുന്നു എന്റെ ഒരു പ്രശ്നം. പക്ഷെ ഇപ്പോ ശരിക്കും അതെന്താ പറയാ, സ്വിച്ച് ഇട്ട പോലെ നമുക്കത് മാറ്റാൻ പറ്റുന്നുണ്ട്. അതാണ് ഇതിൽ നിന്ന് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നത്. കാര്യം അങ്ങനെ എന്തെങ്കിലും ചിന്ത വരും, സ്വാഭാവികം. അപ്പൊ വരുമ്പോ തന്നെ ഞാൻ ഇറ്റ്സ് ഓക്കെ, ഐ ലവ് ആൻഡ് അക്സെപ്റ്റ് മൈസെൽഫ്, അതൊരു മന്ത്രമായിട്ട് മാറിയിരിക്കുന്നു. ശരിക്കും അതൊരു ഭയങ്കര ഒരു മന്ത്രമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്ക് വളരെ അനുഗ്രഹം നൽകുന്ന ഒരു സംഭവമാണ്. ഞാൻ മിനിയാനും കൂടെ ഗ്രൂപ്പിൽ അത് ഷെയർ ചെയ്തോളൂ. ഇങ്ങനെ പേടിക്കുമ്പോ ഞാൻ അപ്പൊ പറയുന്ന ഒരു സംഭവം, ഇങ്ങനെ ചിന്തകൾ വരുമ്പോ അപ്പൊ പറയും, ഇറ്റ്സ് ഓക്കെ, ഐ ലവ് ആൻഡ് അക്സെപ്റ്റ് മൈസെൽഫ്. അത് കൂടാതെ ഈ സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ ഒരു വളരെയധികം എന്താ പറയാ പവർഫുൾ ആണെന്ന് എനിക്ക് മനസ്സിലായത് നമ്മളുടെ ചുറ്റുപാടുള്ളവര് നമ്മളെ അംഗീകരിക്കാനും സ്നേഹിക്കാനും തുടങ്ങിയപ്പോഴാണ്. പല കാര്യങ്ങൾക്കും അവര് നമ്മളെ വിളിക്കുന്നു. ഇപ്പൊ ഓഫീസിലൊക്കെ ആയാലും, ഞാനിപ്പോ ഒരു അവരെ അപേക്ഷിച്ച് താഴ്ന്ന ആണ്. പക്ഷെ ഇപ്പൊ പത്രക്കുറിപ്പ് തയ്യാറാക്കാൻ എന്തെങ്കിലും പരിപാടി വരുമ്പോ, അല്ലെങ്കിൽ എന്തെങ്കിലും കുറിപ്പുകൾ എഴുതാനായിട്ട്, ഇതിനൊക്കെ അവരെന്നെ വിളിക്കുന്നു, എന്നെ ക്ഷണിക്കുന്നു, എല്ലാത്തിനും. അപ്പൊ അത് എനിക്ക് മനസ്സിലായി. പിന്നെ അതും തന്നെയല്ല, ഭയങ്കര സൗഹൃദപരമായ ഒരു അന്തരീക്ഷം എല്ലായിടത്തുനിന്നും. അപ്പൊ എനിക്ക് മനസ്സിലായി ഭയങ്കര ഒരു മാറ്റം വന്നിട്ടുണ്ട് ചുറ്റുപാടുള്ള. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ മൂകതയായിരുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പൊ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അത് എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയ ഒരു ഇത് തന്നെയാണ്. ഒന്നാമത് സെൽഫ് കോൺഫിഡൻസ് അത് വർദ്ധിച്ചത്. ഓക്കെ. സോ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിച്ചു, ആൾക്കാർ നിങ്ങളെ കൂടുതൽ സ്വീകരിക്കാൻ തുടങ്ങി, സ്വീകാര്യത വന്നു. അതേപോലെ തന്നെ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ടാപ്പിംഗ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം എന്തൊക്കെ മെത്തേഡുകളാണ് നിങ്ങളിപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അതിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതോ ഏറ്റവും ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുള്ള പ്രാക്ടീസ് ചെയ്തത്? ഗ്രാറ്റിറ്റ്യൂഡ്. എന്തുകൊണ്ടാണ്? അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ടാപ്പ് ചെയ്യുകയും ചെയ്യും, ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിയും വെക്കും, അഡ്വാൻസ്ഡ് ഗ്രാറ്റിറ്റ്യൂഡും ഒക്കെ എഴുതി വെക്കുന്നുണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ അഡ്വാൻസ്ഡ് ഗ്രാറ്റിറ്റ്യൂഡ് നാളികേരത്തിന് ക്ഷാമം വന്നപ്പോ, സിമ്പിൾ എക്സാമ്പിൾ ആണ് കേട്ടോ, ഞാൻ എഴുതി വെച്ചു, എനിക്ക് നാളികേരം കിട്ടിയതിന് നന്ദി. പിറ്റേ ദിവസം ഒരു കൊല അങ്ങനെ വീണു കിട്ടി. അങ്ങനെ ഓരോ ചെറിയ അനുഭവങ്ങളും എനിക്ക് എന്താ പറയാ ഭയങ്കര ഒരു ലെസൺ ആയിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ ഞാൻ വണ്ടിക്ക് ഒക്കെ നന്ദി പറയുന്ന ആളാണ്, എന്റെ വണ്ടിക്കും എല്ലാത്തിനും. അപ്പൊ ഞാൻ വണ്ടി വെച്ച് പെട്ടെന്ന് സ്പീഡിൽ ബസ്സിൽ ഇങ്ങനെ കയറി പോവാണ്, താക്കോൽ എടുക്കാൻ മറന്നു. രാവിലെ 7:50 വണ്ടി വെച്ചാൽ പിന്നെ വൈകിട്ട് 7 മണിക്കാ വന്ന് എടുക്കുക. ഹൈവേ സൈഡിലാണ്, ആർക്ക് വേണമെങ്കിലും വണ്ടി എടുത്തുണ്ടോവാം. പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ടോ അതോ സെൽഫ് ലവ് എന്താന്നറിയില്ല, ഞാൻ വരുമ്പോ താക്കോല് ബാഗിലും ഇല്ല, എവിടെയും ഇല്ല. അപ്പൊ അപ്പുറത്തെ കടക്കാരൻ എന്നെ വിളിച്ചിട്ട് താക്കോല് തരാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ എന്ന് പറഞ്ഞു. അവർക്ക് തന്നെ ഒരു പരിചയവും ഇല്ല, അവർക്ക് എടുത്തു വെക്കേണ്ട ഒരു കാര്യമല്ല, അവർ എടുത്തു വെച്ചു. അതൊക്കെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. കാര്യം നമുക്കിത് പറയാനോ ഇതിനൊന്നും ആരുമില്ല, ഞാനും എന്റെ മക്കളും മാത്രമായിട്ട് ജീവിക്കുന്ന ഒരു ഇതില് നമുക്കിങ്ങനെ ഹെൽപ്പ് കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കാര്യമാണ്. അപ്പൊ അതെനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട് തന്നെയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ ഓഫീസിലുള്ള ഓരോരുത്തർക്കും നന്ദി പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് പല ഗുണങ്ങളും എനിക്ക് കിട്ടുന്നുണ്ട്. ഓൾറെഡി. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ബെനഫിറ്റ്സുകൾ കിട്ടുന്നുണ്ട് അല്ലേ? അതായത് നിങ്ങളുടെ
ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സുകളാണ്. ഞാനൊരു ഒരു ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്. നിങ്ങൾ എങ്ങനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ്, അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ എഴുതുന്നുണ്ടെന്ന് പറഞ്ഞു. പലർക്കും ഇവിടെ ചോദ്യം ഉണ്ടാവും, എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളത്. അപ്പം ഞാൻ ഇതിനൊക്കെ അപ്പുറത്ത് ഞാനൊരു കാര്യം ചോദിക്കാം. ആ ചോദ്യത്തിന് മുൻപ് ഒരു കാര്യം, നമ്മൾ പഠിപ്പിച്ച എല്ലാ മെത്തേഡും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നുണ്ട്, ഫർഗീവ്നെസ് കൊടുക്കുന്നുണ്ട്, ടാപ്പ് ചെയ്യുന്നുണ്ട്, അഡ്വാൻസ്ഡ് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നുണ്ട്, മിറർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? യെസ്, മിററിന്റെ പിന്നിലിരുന്നാണ് ഞാൻ ചെയ്യുന്നത് സെൽഫ് ലവ്. ഇതൊക്കെ എല്ലാത്തിനും എപ്പോഴാണ് നിങ്ങൾ സമയം കണ്ടെത്തുന്നത്? ചിലതൊക്കെ രാവിലെയാണോ ചെയ്യുന്നത്, രാത്രിയാണോ ചെയ്യുന്നത്? എപ്പോഴാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്? ഇത്രയും സ്വന്തമായിട്ട് വീട്ടിലെ ജോലികൾ ചെയ്യാനുണ്ട്, ക്ഷമയാണ്, മക്കളുടെ കാര്യങ്ങൾ നോക്കാനുണ്ട്, ജോലിക്ക് പോകാനുണ്ട്. ഇതിൻ്റെയൊക്കെ ഇടയിൽ എങ്ങനെയാണ് നിങ്ങൾ സമയം കണ്ടെത്തുന്നത്? എനിക്കൊരു കാര്യം മനസ്സിലായത് സാർ, നമ്മൾ മാറണമെന്ന് ചിന്തിച്ചാല് അതിന്റെ വഴിക്ക് നടക്കും. സമയമൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അതെനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. കാര്യം ഞാൻ രാവിലെ എഴുന്നേറ്റ് 5 മണിക്ക് എഴുന്നേറ്റ് ആദ്യം ഈ സെൽഫ് ലവ്, സെൽഫ് ഫോർഗീവ്, ഗ്രാറ്റിറ്റ്യൂഡ്, ടാപ്പിംഗ് മിററിൽ നോക്കിയിട്ട് ചെയ്യും. അതിനുശേഷമാണ് പിന്നെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് സാറിന്റെ മെഡിറ്റേഷൻ. ചിലപ്പോൾ മെഡിറ്റേഷൻ ഇരിക്കാൻ സമയം കിട്ടാറില്ല, അപ്പൊ ഞാൻ റെക്കോർഡ് ബസ്സിലിരുന്നാണ് കേൾക്കുന്നത്. ക്ലാസ് കേൾക്കും, ക്ലാസ് അവിടെ ഓൺ ആക്കി വെച്ചാൽ മതിയല്ലോ. അങ്ങനെ അല്ലെങ്കിൽ റെക്കോർഡ് ബസ്സിലിരുന്ന് കേൾക്കും. അങ്ങനെ ഞാൻ എന്തായാലും അതെന്റെ ഒരു റുട്ടീന്റെ ഭാഗമായി. നമ്മളിപ്പോ ഭക്ഷണം കഴിക്കുന്നുണ്ട്, അതെന്തായാലും നമ്മൾ സമയമില്ല എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്നില്ലല്ലോ. വസ്ത്രം ധരിക്കുന്നുണ്ട്, അങ്ങനെയുള്ള നമ്മളുടെ സെൽഫ് റുട്ടീൻ ചെയ്യുന്നുണ്ട്. അതുപോലെ എന്റെ ഒരു ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ. അതിപ്പോ എന്നിട്ട് രാത്രി ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാറ്. കാര്യം ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നത് വെച്ചാൽ അന്ന് സംഭവിച്ച എല്ലാ കാര്യങ്ങളും ആദ്യം തന്നെ നമ്മൾ എഴുന്നേൽക്കാൻ പറ്റിയതിന് നന്ദി, പിന്നെ അന്നൊക്കെ എന്തൊക്കെയാണോ സംഭവിച്ചത് അതിനൊക്കെ ഇങ്ങനെ നമ്മൾ ഡയറി എഴുതുന്ന പോലെ തന്നെ. അപ്പൊ നമുക്ക് ഇന്ന പർട്ടിക്കുലർ ദിവസത്തിൽ എന്ത് സംഭവിച്ചു എന്ന് നോക്കണമെങ്കിൽ എന്റെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് എടുത്ത് നോക്കിയാൽ മതി. അത് എഴുതിയിട്ട് അതിന് നന്ദി 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 എന്ന് എഴുതി വെക്കും. അത് രാത്രി തന്നെയാണ് അഡ്വാൻസ്ഡ് ഗ്രാറ്റിറ്റ്യൂഡും എഴുതി വെക്കാറ്. അങ്ങനെ പിന്നെ വല്ല ട്രോമ ഹീലിംഗ് ഒക്കെ ചെയ്യുന്നത് രാത്രി തന്നെയാണ്. എന്തായാലും അതൊന്നും ചെയ്യാതെ കിടക്കാൻ പറ്റാറില്ല. അത് നമ്മുടെ സെൽഫ് റുട്ടീന്റെ ഭാഗമായി മാറി. സോ ഒന്ന് സെൽഫ് റുട്ടീൻ്റെ ഭാഗമായിട്ട് മാറി അല്ലേ? വലിയൊരു ചേഞ്ചിലേക്ക് നിങ്ങൾ എത്തി എന്നുള്ളതാണ്. അപ്പം ഈ ഒരു ചേഞ്ചിലേക്ക് എത്തിയിട്ടുള്ള, അല്ലെങ്കിൽ ഇത്രയും ഒരു റുട്ടീൻ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന കോഴ്സിൽ വന്ന കാരണം എന്നോട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നുണ്ടായിരുന്നു കോഴ്സിൽ ഇരുന്നിട്ട് അല്ലേ? അപ്പം പലപ്പോഴും ഡൗട്ടും സംഗതികളൊക്കെ ഉണ്ടായിരുന്നു. ഇത് നടക്കുമോ, അല്ലെങ്കിൽ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ, കുറേ നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. എപ്പോഴാണ് നിങ്ങൾ ശരിക്കും ട്രാക്കിലേക്ക് കയറി ഒരു പോസിറ്റീവ് വഴിയിൽ എത്തിയത്? എത്ര സമയമെടുത്തു, എത്ര ദിവസം എടുത്തു? അത് എനിക്ക് ഒരു മാറ്റം വന്നതെന്ന് വെച്ചാല്, അല്ലെങ്കിൽ എന്റെ ഉള്ളിന്റെ ഉണ്ടായിരുന്നു, എങ്കിലും ഒരു മാറ്റം വന്നത് എന്തെന്ന് വെച്ചാല്, ഞാനിങ്ങനെ എഴുതി വെച്ചു, എന്റെ പഠിപ്പിനനുസരിച്ചുള്ള ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാൻ എനിക്ക് പറ്റണം, അല്ലെങ്കിൽ പറ്റിയതിന് നന്ദി നന്ദി അങ്ങനെ എഴുതി വെച്ചിരുന്നു. അപ്പോഴാണ് പിറ്റേ ദിവസം HSA നാച്ചുറൽ സയൻസിന് അപ്ലൈ ചെയ്യാനും, ഏജ് പ്രശ്നമല്ല, വിഡോ ആയതുകൊണ്ട് 45 വയസ്സ് വരെ എഴുതാം. അപ്പൊ എനിക്കത് അപ്ലൈ ചെയ്യാൻ പറ്റി. അപ്പോഴാണ് എനിക്കിതിൽ ഭയങ്കര വിശ്വാസം. അതും തന്നെയല്ല, സയന്റിഫിക് ഓഫീസർ എന്ന് പറഞ്ഞൊരു ഇതിലും അപ്ലൈ ചെയ്യാൻ പറ്റി. എനിക്കിതിൽ ഭയങ്കര വിശ്വാസമായത്, ഞാൻ എന്റെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിയതിലും ഇതിലൊക്കെ എനിക്ക് വിശ്വാസമായി. ഇനിയിപ്പോ എന്റെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ അതിൽ 1-ാം റാങ്ക്. അതാണ് എന്റെ ഒരു ഇനി ഉള്ള പ്രതീക്ഷ കേട്ടോ. അങ്ങനെ ഒരു എഴുത്തുകാരിയാവുക, അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളാണ്. അപ്പൊ അങ്ങനെ അത് ഞാൻ ആഗ്രഹിച്ചത് നടന്നപ്പോ എനിക്ക് മനസ്സിലായി ഇതിൽ എന്തൊക്കെയോ സത്യങ്ങളുണ്ട് എന്നുള്ളത്. പിന്നെ അതും തന്നെയല്ല, ഈ ട്രോമ ഹീൽ ചെയ്യുമ്പോൾ മനസ്സ് ഭയങ്കരമായിട്ട് എന്താ പറയാ റിലാക്സ് ആവും. നമ്മളൊരു തൂവല് പോലെ, കനം കുറയുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട്. പലപ്പോഴും എനിക്ക് അങ്ങനെ അനുഭവിച്ചിട്ടുണ്ട്. ഭയങ്കര നമ്മളുടെ ബോഡി ഇങ്ങനെ കനം അതല്ലെങ്കിൽ എന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കെട്ടിക്കിടന്നിട്ടുള്ള ഒരു അവസ്ഥകളായിരുന്നു. പക്ഷെ ഇതിങ്ങനെ ചെയ്യുന്നതോടുകൂടി അങ്ങനെ കുറെ ഇതുകള് എനിക്ക് വന്നിട്ടുണ്ട്, മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് EFT ചെയ്യാൻ തോന്നുന്നു. ഓക്കെ, ചെയ്യണം. ഓൾറൈറ്റ്. സോ ആരാണ് EFT കേട്ടിട്ട് ഇതൊക്കെ കേട്ടിട്ട് EFT ചെയ്യാൻ തോന്നുന്നത്? ഇൻഷാല്ലാ ചെയ്യും, തീർച്ചയായിട്ടും വേണം. EFT എന്ന് പറയുന്നത് ഒരു മാജിക്കൽ കോഴ്സാണ്. എന്താണ് ഇപ്പം ചെയ്യാൻ തോന്നുന്നു എന്നൊക്കെ പറയുന്നവരോട് സജ്ന മാമിന് എന്താണ് പറയാനുള്ളത്? ഫ്രം യുവർ ലൈഫ് എക്സ്പീരിയൻസ് എന്താണ് പറയാനുള്ളത്? അവരോട് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്നവരുണ്ടാവും, പലരും വൈകിച്ച് പോകുന്നവരുണ്ടാവും. പിന്നെ ചെയ്യാം, ഇനി നോമ്പ് കഴിഞ്ഞിട്ട് ചെയ്യാം, ഇനി നോമ്പല്ലേ, എന്താണ് തോന്നുന്നത്? നോമ്പിന്റെ സമയത്തൊക്കെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ
ശരിക്കും അവർക്ക് സ്പിരിച്വലി ഇത് ഹെൽപ്പ് ചെയ്യുമോ? നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടൊന്ന് പറയാമോ? ആ ഉള്ള നോമ്പിന്റെ ആ ഒരു അല്ലെ ആ ഒരു സംഗതികളൊക്കെ ഒന്നുകൂടി ഹെൽപ്പ് ചെയ്യുമോ? എന്താ? തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം നമ്മൾ നമ്മളിലേക്ക് നോക്കുക, നമ്മളിലേക്ക് എന്താ പറയാ, സാർ ഒരു ക്ലാസ്സിൽ ഒരു ദിവസം പറഞ്ഞത് ഞാൻ ഭയങ്കരമായിട്ട് ഉൾക്കൊണ്ടിരുന്നു. സാറ് പറഞ്ഞു നമുക്കൊരു തലോടൽ കിട്ടാനാണ് ആഗ്രഹം എപ്പോഴും. അപ്പൊ നമ്മൾ തന്നെ നമ്മളെ സ്വയം തട്ടി ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഐ ലവ് ആൻഡ് അക്സെപ്റ്റ് മൈസെൽഫ് എന്ന് ആ പറയുമ്പോൾ നമുക്കുള്ള ഒരു ആശ്വാസം, നമ്മൾ നമ്മളെ തന്നെ സമാധാനപ്പെടുത്തുക എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ നോമ്പിന്റെ കാര്യത്തിലായാലും ഇതൊരു എന്താ പറയാ പവർഫുൾ ടൂൾ തന്നെയാണ്. അത് നോമ്പ് ആയതുകൊണ്ട് ഒഴിവാക്കേണ്ട ഒരു സംഭവമല്ല. നമ്മൾക്ക് നമ്മളെ അറിയാൻ ഇത്രയും നല്ലൊരു ടൂൾ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഞാനൊക്കെ യൂട്യൂബിൽ കുറെ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ എന്റെ വിചാരം, ഓ ഇതൊക്കെ ഭയങ്കര സംഭവമാണ്, ഇതൊക്കെ എനിക്കറിയാലോ എന്നൊക്കെ ആയിരുന്നു. സാറിന്റെ മോർണിംഗ് ക്ലാസ് ഒക്കെ കേൾക്കുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത്, അന്ന് സാറിനോട് ഓരോ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചത് അങ്ങനെയാണ്. പക്ഷെ ഇങ്ങനെയുള്ള ഹീലിംഗിലേക്ക് വന്നപ്പോഴാണ് ഇതൊന്നുമല്ല, ഇങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ട് ഇതിന്റെ പിന്നിൽ, വെറുതെ അല്ല എന്റെ സക്സസിന് ബ്ലോക്കായി കിടന്നിരുന്നത്. എന്ത് ഞാൻ വിചാരിച്ചാലും അവിടേക്ക് എത്തും, അയറ്റത്തേക്ക് എത്തും, അങ്ങോട്ട് നടക്കില്ല, അങ്ങനെയായിരുന്നു. ഇപ്പൊ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഇവിടെ വരുന്നതിന് മുമ്പ് UPSA, അതായത് UP സ്കൂൾ ടീച്ചറിന്റെ ഒരു എക്സാമിന് വേണ്ടി ഞാൻ അവിടെ നിന്ന് ലീവ് എടുത്ത് പഠിച്ചു എഴുതി. ലിസ്റ്റിൽ പോലും വന്നില്ല. മുമ്പ് ആദ്യം നല്ല റാങ്കിൽ വന്ന അന്ന് നിയമന നിരോധനായിരുന്നു. ഇപ്പൊ ലിസ്റ്റിൽ പോലും വന്നില്ല. അപ്പൊ ഞാൻ ഓർത്ത്, ഞാൻ ഇതൊക്കെ അറിഞ്ഞിട്ട് പോയിട്ട് എന്തേ എനിക്കിതൊന്നും വരാഞ്ഞത്. അപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ ഉള്ളിൽ കുറേ ലിമിറ്റിംഗ് ബിലീഫ് കിടക്കുന്നുണ്ട്, കുറെ ട്രോമാസ് കിടക്കുന്നുണ്ട്. ശരത് സാർ എന്നോട് ഇത് ഇവിടെ വരുന്ന സമയത്ത് പറഞ്ഞതാണ്. ഞാനൊരു നമ്മുടെ ലൈഫ് ചില മൊമെന്റ് ഉണ്ടല്ലോ, നമുക്ക് ആരുടെങ്കിലും ഹെൽപ്പ് വേണം എന്നുള്ള ഒരു മൊമെന്റില്. അപ്പൊ ശരത് സാറിനോട് ഞാൻ ചോദിച്ചപ്പോ സാറ് പറഞ്ഞു, താന് ഈ വിചാരിക്കണേന്റെ നേരെ ഓപ്പോസിറ്റ് സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ താൻ ഉള്ളില് പേടിച്ചിട്ടാണ് അങ്ങനെ വിചാരിക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി അതൊക്കെ ആ ട്രോമാസ് ഒക്കെ നമ്മൾ എടുത്തു കളയണം, എന്നിട്ട് വേണം നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷനും അതും പ്രാക്ടീസ് ചെയ്യാന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ നിത്യം ഇത് പരിശീലിക്കുന്നത്, ഒരു സെൽഫ് റൂട്ടീന്റെ ഭാഗമായിട്ട് ഇത് കൊണ്ടു നടക്കുന്നത് അങ്ങനെയാണ്. സോ ഇനി ഒരു കാര്യം എന്ന് വെച്ചാൽ, ഓക്കെ, വേറൊരാള് റിസാഖ് സാറ് പറയുന്നുണ്ട്, അതിനവൻ തീർച്ചയായിട്ടും EFT ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ ഞാൻ അൺമ്യൂട്ട് ആണല്ലോ അല്ലേ? ഓക്കെ, സോ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ശരി, വെരി ഗുഡ്. സോ ഇനി ഒരു കാര്യം കൂടെ, അതായത് ഇപ്പൊ ഇവരിൽ പല ആൾക്കാർക്കും ഇപ്പോൾ അഫർമേഷൻസ് എഴുതുന്നതിനെ പറ്റി പറയാറുണ്ട്, അതേപോലെ വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ചെയ്തതിനെ പഠിപ്പിച്ചിരുന്നു, ഓർമ്മയുണ്ടല്ലോ അല്ലേ? അത് പ്രാക്ടീസ് ചെയ്യാറുണ്ട് വിഷ്വലൈസേഷൻ. വിഷ്വലൈസേഷൻ എങ്ങനെയാണ് നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുക? എന്താണ് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നത്? എനിക്ക് അതുപോലെ എൻ്റെ ഒരു ലിമിറ്റിംഗ് ബിലീഫ് വീണ്ടും പറയാണ്. വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ എനിക്ക് സംഭവിക്കാറുള്ളതെന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും മുമ്പ് ഇവിടെ ഇത് ക്ലാസ്സിന് വരുന്നതിന് മുമ്പ് ഞാൻ വിഷ്വലയും എനിക്ക് വേറെ ജോലി കിട്ടി, എന്നെ ഇവിടെ നിന്ന് സെൻഡ് ഓഫ് ചെയ്യുന്നതും അവരൊക്കെ കരയുന്നതും അങ്ങനെ പല പല കാര്യങ്ങൾ എന്നെ പറ്റി അവരൊക്കെ പൊക്കി പറയുന്നതും ഒക്കെ ഞാൻ ഇങ്ങനെ വിഷ്വൽ ചെയ്യാറുണ്ട്. വെരി നെക്സ്റ്റ് മൊമെന്റ്, ഒരു പിറ്റേ ദിവസം വിത്തിൻ വീക്ക് അവിടെ അത് സംഭവിച്ചിരിക്കും, പക്ഷെ പോകുന്നത് ഞാനായിരിക്കില്ല, അത് മാത്രം. അങ്ങനെയായി ഞാൻ ഈ വിഷ്വൽ ചെയ്യുന്നതേ നിർത്തി. കാര്യം ഞാൻ ഓർത്തു, ഞാൻ ചെയ്തിട്ട് മറ്റുള്ളവർക്ക് കിട്ടിയിട്ടത് കാര്യം, അങ്ങനെയായിരുന്നു എന്റെ ഒരു ഇത്. അത് ഞാൻ സാറിനോട് ഒരിക്കൽ ചോദിച്ചിട്ടുമുണ്ട്. അങ്ങനെ പക്ഷെ ഇവിടെ വന്നപ്പോ എനിക്ക് മനസ്സിലായി, കുറെ ട്രോമാസ് ഹീൽ ചെയ്തതിന് ശേഷം വിഷ്വൽ ചെയ്യാനുള്ള ഒരു ഇത് വരുള്ളൂ, വിഷ്വൽ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ വിഷ്വലൈസേഷൻ നടത്തി പലതും, ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ നാളികേരത്തിന്റെ കാര്യം, അതുപോലെ അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങളിലൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ, പൈസ, പണം, അതായത് മന്ദന്റെ ആവുമ്പോ നമുക്ക് പണത്തിന് കുറച്ച് ബുദ്ധിമുട്ട് വരും. അപ്പൊ നമുക്ക് ആരോടും ചോദിക്കാനോ ഒന്നിനും പറ്റില്ലല്ലോ, അതോ നമ്മളെ അഭിമാനം സമ്മതിക്കില്ല. അങ്ങനെ ഞാന് ഈ ടാപ്പ് ചെയ്തു, ഹോപ്പനൊപ്പനോ പറഞ്ഞു, എന്താ പറയാ, മനസ്സിൽ അത് വിഷ്വൽ ചെയ്തിട്ട് ടാപ്പ് ചെയ്തു, ഞാൻ ലെറ്റ് ഗോ ചെയ്തു കേട്ടാ. പിന്നെ പിറ്റേ ദിവസം അത് മറന്നു. പിറ്റേ ദിവസം രാവിലെ എന്റെ ബ്രദർ വിളിക്കുന്നു, അവന് പ്രൊമോഷനായി. അപ്പൊ അതിന്റെ സന്തോഷത്തിൽ അവന് എന്തായാലും ഇപ്പൊ ഇത്താനെയാണ് ഓർക്കുക, എന്നെയാണ് ഓർക്കുക. അപ്പൊ ഭയങ്കര പിശുക്കനായിരുന്നു, പക്ഷെ ഇപ്പൊ ഭയങ്കര എന്താ പറയാ കൈൻഡ് ഹാർട്ടഡ് മാനായി മാറിയിരിക്കണം. അപ്പൊ അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ ഒരു സന്തോഷത്തിന് ഇത്താക്ക് ഞാൻ കുറച്ച് പൈസ അയച്ചിട്ടുണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. അതുപോലെ കാര്യം അവരൊക്കെ വിചാരം എനിക്ക് ജോലി ഉണ്ടല്ലോ, എനിക്ക് കൊടുക്കണ്ടല്ലോ എന്നുള്ളതായിരുന്നു. പക്ഷെ ഇപ്പൊ അവരൊക്കെ എനിക്ക് ഹെൽപ്പിംഗ് മെന്റാലിറ്റി ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ ഞങ്ങളെ വീടിന്റെ അടുത്തുള്ള ഒരു ഇത്ത, അതിന് പെൻഷൻ കിട്ടിയത്, അത് എന്തോ സ്വപ്നം കണ്ടത്രേ, പിള്ളേരെ സ്വപ്നം കണ്ടുന്നു. അപ്പൊ യത്തീം മക്കളല്ലേ എന്നും പറഞ്ഞിട്ട് അത്
ആ പൈസ കൊണ്ടു തന്നു. അങ്ങനെ ഞാനപ്പോ ഓർത്തു ഞാൻ ആഗ്രഹിച്ചുള്ളൂ, എനിക്ക് കിട്ടിയല്ലോ, ഞാനപ്പോ ഒരു 100,000 നന്ദി അപ്പൊ തന്നെ ഇരുന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾ എനിക്ക് പറ്റുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ HSC ഒക്കെ എനിക്ക് എളുപ്പം സ്കോർ ചെയ്യാൻ പറ്റും, പിന്നെ ഒരു നല്ല എഴുത്തുകാരിയാവാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നിങ്ങളുടെ ഇതുവരെയുള്ള ഒരു ജേണി ശരിക്കും പറഞ്ഞാൽ എൻ്റെ അടുത്ത് വരുന്ന സമയത്ത് നിങ്ങൾ ഒരു വേറൊരാൾ, ഇപ്പോൾ നിങ്ങൾ വേറൊരാളാണ്. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ടോട്ടലി തീർച്ചയായും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു രീതിയിലേക്കുള്ള ചേഞ്ച് ഉണ്ട് അല്ലേ? തീർച്ചയായും അങ്ങനെ തോന്നുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നത് മാത്രമല്ല, മറ്റുള്ളവർക്കും തോന്നുന്നുണ്ട്. കാര്യം ഓഫീസിൽ ചെല്ലുമ്പോ അവരെന്നെ പറയും, അതിന് പോസിറ്റീവ് എന്നാ ഇപ്പൊ വിളിക്കുക. അവര് പറയോ എന്തൊരു സമാധാനമാണ് ഇപ്പൊ കാണുമ്പോ. മുമ്പാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ കുത്തിപ്പിടിച്ച മുഖവും ഭയങ്കര ടെൻഷനും ഭയങ്കര എന്താ പറയാ ഭയങ്കര ചെറിയ കാര്യത്തിൽ പോലും ഭയങ്കര ടെൻഷനും അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പൊ ഭയങ്കര ആശ്വാസം ഉണ്ട്. അത് തന്നെയല്ല, അവരെന്റെ അടുത്ത് വന്നിരുന്നിട്ട് ഓരോ കാര്യങ്ങൾ എന്നോട് ചോദിക്കും, ഇതെങ്ങനെ. ഞാനിങ്ങനെ പറയാം അങ്ങനെ പറയാൻ പാടില്ല. അവര് നമ്മളോട് ഉപദേശങ്ങൾ ആരായും. എന്നിട്ട് എന്നോട് വെറുതെ പരിഹസിക്കാൻ പറയുന്നതാണ്, ഓരോ ഓറ ഉണ്ടെന്നൊക്കെ പറയും. ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ, സമ്മതിച്ചു. എന്നിട്ട് ഓക്കെ. ഞങ്ങളുടെ ചാർജ് പോയിരിക്കണം, ഒന്ന് ചാർജ് ചെയ്യട്ടെട്ടാന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് വന്നിട്ട്. അപ്പൊ അതൊക്കെ ശരിക്കും അത് പരിഹസിക്കാൻ പറയുന്നതാണെങ്കിൽ ഞാൻ അത് ആസ്വദിക്കുന്നുണ്ട്. എന്തൊക്കെയോ കുറച്ച് ഉണ്ടായിട്ട് തന്നെയാണ് അവർ വരുന്നത്. തീർച്ചയായിട്ടും കുറെ തീർച്ചയായിട്ടും. സന്ദർഭത്തിൽ അവർ വരാറുണ്ട്. അതുപോലെ നിങ്ങ എന്റെ ഒരു പറഞ്ഞോളൂ. ഫ്രണ്ട്, ഓഫീസിലുള്ള ഒരു ഫ്രണ്ട്, അവള് ഇന്നും ഹസ്ബൻഡായിട്ട് തല്ലുപിടിച്ചിട്ട് അവിടെ വന്നിരുന്നത് പറയലാണ് ജോലി. അപ്പൊ ഞാൻ പറഞ്ഞു, നീയാണ് മാറേണ്ടത്. കാര്യം നമ്മൾ മാറിയാലും ചുറ്റുപാടുള്ളവർ മാറും. അങ്ങനെ ഞാൻ കുറെ ഉപദേശിച്ചു. ഞാൻ വിചാരിച്ചു ഇവരിതൊന്നും കേൾക്കില്ല എന്നായിരുന്നു. അങ്ങനെ പറഞ്ഞു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ ഹസ്ബൻഡ് എന്നെ വിളിച്ചു, ഇവളെ വിളിച്ചിട്ട് ഇവളോട് ഫോൺ കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, വളരെയധികം നന്ദിയുണ്ട് ട്ടോ. അപ്പൊ ഞാൻ ചോദിച്ചു എന്തിന്? രാഗി ആകെ മാറി. കാര്യം ഞാന് ഒന്ന് പറയുമ്പോ അവള് 10 പറഞ്ഞിരുന്ന ആളാണ്, ഇപ്പൊ ഒന്നും പറയുന്നില്ല. അങ്ങനെ ഞാൻ അവളോട് ചോദിച്ചത്, നിനക്ക് ഭയങ്കര മാറ്റം ഉണ്ടല്ലോ. അപ്പൊ പറയാ, ഞങ്ങളുടെ ഓഫീസിൽ ഒരു സജനയുണ്ട്, അവള് വന്ന് എന്നോട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു, അതിന്റെ പേരിൽ മാറിയാണ്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാര്യം നമുക്കിനി ഇത് അപ്ലൈ ചെയ്യാൻ ഒന്നും പറ്റുന്നില്ല, ആരുമില്ല, ലൈഫ് പാർട്ട്ണർ ഒന്നുമില്ല. ഞാനപ്പൊ അവരോട് പറഞ്ഞു, നമ്മൾക്ക് നഷ്ടപ്പെടുമ്പോഴാണ് അതിന്റെ വേദന മനസ്സിലാവുക. അപ്പൊ നിങ്ങൾ നല്ല ഉള്ളപ്പോ സന്തോഷത്തോടെ ജീവിക്കും. പിന്നെ തല്ലുകൊടുത്തുണ്ടാവും, ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷെ പരമാവധി അത് കുറച്ചു കൊണ്ടുവരും. അപ്പൊ അയാൾക്ക് ഇവളോട് നല്ല റെസ്പെക്റ്റ് ആയി, ഇഷ്ടമായി. അങ്ങനെ ഇപ്പൊ നല്ല ലൈഫായിട്ടാണ് അവൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ അവൾ എപ്പോഴും എന്നോട് അതിന് താങ്ക്സ് പറയാറുണ്ട്. പിന്നെ ഞാൻ ഈ പറയുന്ന പോലെ നന്ദി എപ്പോഴും അവർക്കൊരു നന്ദി ഭാവമുണ്ട്. അതേപോലെ ക്യാൻസൽ പറയും അവർ, എന്തെങ്കിലും പറഞ്ഞപ്പോ ക്യാൻസൽ പറയും. ഇതൊക്കെ എന്നിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. അതിന് ഞാൻ എന്താ പറയാ, ഈ EFT ടൂളിനോട് ഒരുപാട് നന്ദി പറയുന്നു. എന്റെ ചുറ്റുപാടുള്ളവര് അടക്കം മാറി എന്നുള്ളതാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. അതായത് നമ്മുടെ കോഴ്സിലേക്ക് ഇപ്പം ആരെങ്കിലും ഒക്കെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ച് നിൽക്കുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. റംസാൻ മാസം വരുന്നുണ്ട്. അപ്പോൾ റംസാൻ മാസം വരുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റംസാൻ മാസം നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, അതൊരു സ്പിരിച്വൽ ആയിട്ട് നമുക്ക് മാറാനുള്ള ഏറ്റവും നല്ല ഒരവസരമാണ് അല്ലേ? അപ്പം മുസ്ലിം മതവിശ്വാസികളായിട്ടുള്ള, ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇതൊരു പിന്നെ ചില ആൾക്കാർ പറയും, ഓക്കെ ആ സമയത്ത് എനിക്ക് കോഴ്സ് ചെയ്യാൻ കഴിയില്ല, ആ സമയത്ത് എനിക്ക്, കാരണം ആ സമയത്ത് നമ്മൾ കോഴ്സ് ചെയ്യുമ്പോൾ മോർണിംഗിലാണ് ചെയ്യുക, ഈവനിങ്ങിലല്ല ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, ആ സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് EFT എന്നുള്ളത് കുറച്ചുകൂടെ SEFT എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് നമ്മളതിനെ, നമ്മുടെ കോഴ്സ് തന്നെ അങ്ങനെയാണ്, SEFT ആണ്. അതായത് എന്താണ് SEFT എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ EFT, ആത്മീയപരമായിട്ടുള്ള ഒരു ഷിഫ്റ്റ് കൂടെ നമ്മളിൽ സംഭവിക്കും. അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങൾ ചേഞ്ച് ആവുക എന്നുള്ളതാണല്ലോ, മനസ്സ് ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പുണ്യമാസങ്ങളിൽ നമ്മൾ വ്രതമെടുത്ത് കാര്യങ്ങൾ ചെയ്യുന്ന, അപ്പം ഏത് വിശ്വാസമാണെങ്കിലും. അപ്പം അത്തരത്തിലുള്ള പ്രവർത്തികളിൽ ഏർപ്പെടുമ്പോൾ അതിനൊക്കെ ശരിക്കും ഹെൽപ്ഫുൾ ആകുന്ന ഒരു കാര്യമാണ് എന്താ വെച്ചാൽ, കാരണം ആ സമയത്ത് മനസ്സിനെ നിയന്ത്രിക്കുക, നേരായ വരികളിലൂടെ നേരായ ചിന്തകൾ മാത്രം കൊണ്ടുവരും. അപ്പോൾ ഈ പ്രോഗ്രാം ശരിക്കും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ആ സമയത്ത് എന്താകും, നിങ്ങൾക്ക് ഒന്നുകൂടെ കൂടുതൽ നിങ്ങൾ ചെയ്യുന്ന വിശ്വാസപരമായ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് ചെയ്യാൻ പറ്റും. അതിലൊരു സംശയമില്ല, കാരണം അതിലേക്ക് അത് നിങ്ങൾക്ക് സഹായിക്കും. പിന്നെ അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ, ഒരു കാര്യം കൂടെ മാമിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, മാമിന് ആരോടാണ് ഇത്രയും റിസൾട്ട് ഉണ്ടാക്കിയത്, ഏതൊക്കെ വ്യക്തികളോടാണ് നന്ദി പറയാനുള്ളത്? നമ്മുടെ ഈ ഒരു ഒന്ന് ടീമിന്റെ പറഞ്ഞോളൂ. ഫസ്റ്റ് നന്ദി അതിനു മുമ്പ് ഒരു ആള് എന്നോട് ഒരു സംശയം ചോദിച്ചു, എന്താണ് ക്യാൻസൽ എന്ന്. അതായത് നമ്മള് നെഗറ്റീവ് പറയുമ്പോ അപ്പൊ തന്നെ നമ്മള് ക്യാൻസൽ ചെയ്യുക. അവര് എന്ന് വെച്ചാ നമ്മള്
പൊതുവെ എല്ലാവരും ഈ നെഗറ്റീവിന്റെ ആളുകളാണല്ലോ. അങ്ങനെ അയ്യോ അങ്ങനെ വന്നപ്പോ അങ്ങനെ സംഭവിച്ചു, നെഗറ്റീവേ പറയുള്ളൂ. അപ്പൊ തന്നെ അവര് ക്യാൻസൽ 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 എന്ന് ചെയ്യും. അത് ഞാൻ എൻ്റെ പഠിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അതാണ് ക്യാൻസൽ. നമ്മൾ നെഗറ്റീവ് പറയും നമ്മൾ എന്തായാലും നെഗറ്റീവ് സ്വാഭാവികമാണ്. അപ്പൊ അത് ക്യാൻസൽ അടിക്കുക, അത് നമ്മുടെ മനസ്സിനെ വിശ്വസിപ്പിക്കുകയാണ് നമ്മൾ പറഞ്ഞിട്ടില്ല, വിട്ട് കളഞ്ഞു എന്നുള്ളത്. ഇത്രയേ ഉള്ളൂ ക്യാൻസൽ എന്ന് ഉദ്ദേശിച്ചത്. പിന്നെ സാറ് സോ ചോദിച്ചത് നമുക്ക് എന്തായിരുന്നു? കിട്ടിയിട്ടുള്ള ഒരു നിങ്ങളുടെ ടീമിന്റെ അടുത്ത് കിട്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടിനെ കുറിച്ച്, മെന്റർ സപ്പോർട്ടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ സാറ്റിസ്ഫൈഡ് ഓക്കെ. ആണോ? ഫസ്റ്റ് ഓഫ് ഓൾ നന്ദി പറയേണ്ടത്, എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഈ ലിങ്ക് അയച്ചു തന്ന സ്നിത എന്ന് പറയുന്ന എൻ്റെ ഒരു കൂട്ടുകാരിക്കാണ്. അവള് വഴിയാണ് ഞാൻ ഈ വക ക്ലാസ്സുകളെ കുറിച്ച് അറിയുന്നത് തന്നെ. അതല്ലാതെ കണ്ട് എനിക്കൊന്നും അറിയില്ലായിരുന്നു. പിന്നെ നമ്മളുടെ ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങളോടും, പ്രത്യേകിച്ച് ഷാഫി സാറിന് ഞാൻ ഒന്നുകൂടെ പറയുന്നത്, എന്താ പറയാ, എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു അറിവിന്റെ കലവറ, ട്രഷർ ഹൗസ് ഓഫ് നോളജ് എന്നൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തിനും ഏതിനും നമുക്ക് സംശയം തീർക്കാൻ പറ്റും സാറിന്റെ അടുത്ത്. പിന്നെ ക്ലാസ് ഓരോ ദിവസം വളരെ അട്രാക്റ്റീവ് ആയി തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ മോർണിംഗ് ക്ലാസ് എനിക്ക് മിസ് ചെയ്യാൻ തോന്നാറില്ല. ഞാൻ എങ്ങനെയായാലും അടുക്കളയിൽ വെച്ചായാലും അത് കേൾക്കും, അങ്ങനെ ചെയ്യാറുണ്ട്. അതുപോലെ നന്ദി പറയാനുള്ളത് എൻ്റെ CC, അതായത് എന്നെ ഇതിലേക്ക് ക്ഷണിച്ച സലിമ മാഡം എന്ന് പറഞ്ഞിട്ടൊരു മാഡം ഉണ്ടായിരുന്നു. അവരിപ്പോ ഇതിലുണ്ടോന്ന് അറിയില്ല. ആ മാഡം വളരെ നല്ലൊരു വ്യക്തിയായിരുന്നു. കാര്യം എന്റെ വിചാരം അതാണ് എന്റെ മെന്റർ എന്നായിരുന്നു എന്റെ ധാരണ. ഞാൻ അതിനോടും കുറെ വിഷമങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാറിന് അറിയോന്ന് അറിയില്ല, ഞാൻ സാറിനെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊരു വോയിസ് ഇട്ടു. അത് സാറിന്റെ അടുത്തേക്ക് ആ വോയിസ് ഇടുകയും എനിക്ക് റിപ്ലൈ കിട്ടുകയും ഒക്കെ ചെയ്തു. അന്ന് എന്റെ ഓവർ തിങ്കിങ് ആയിരുന്നു എന്റെ പ്രശ്നം. അങ്ങനെ അത് നല്ലൊരു മേഡായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാനല്ല നിങ്ങളുടെ മെന്റർ, നിങ്ങൾക്കൊരു വേറെ മെന്റർ ഉണ്ടാവുന്നു. താഹിറ മാം ആണ് മെന്റർ. ആ മെന്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിമ്പിൾ ആൻഡ് ഹമ്പിൾ, അതായത് വളരെ ലളിതമായിരുന്നു. വളരെ ഒരു ഹറിബറി ഒന്നും ഇല്ലാതെ നമ്മൾ പറയുന്നത് സൗമ്യമായിട്ട് കേട്ട് അതിന് മറുപടി നല്ല രീതിയിൽ പറയുന്ന ഒരാൾ, നമ്മുടെ വീട്ടിലത്തെ ഒരു വ്യക്തി. ഞാനൊക്കെ അതിനെ കുറെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. കാര്യം ഞാൻ അങ്ങോട്ട് എപ്പോഴും വിളിക്കുമായിരുന്നു. അപ്പൊ സാറ് ഞങ്ങളോട് ഒരു ക്ലാസ്സിൽ സാറ് പറഞ്ഞു, നിങ്ങളെ മെന്റേഴ്സ് വിളിക്കും, നിങ്ങൾക്ക് അതൊരു ശല്യമായി തോന്നരുതെന്ന്. പക്ഷെ നേരെ തിരിച്ചായിരുന്നു, ഞങ്ങൾ അങ്ങോട്ട് എപ്പോഴും വിളിക്കുമായിരുന്നു. അപ്പോ നല്ല ഒരു കോപ്പറേഷൻ ആയിരുന്നു. അവരോട് ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി പറയുന്നു. പിന്നെ എൻ്റെ ഈ 4th ബാച്ചിലെ എല്ലാ അംഗങ്ങളോടും, കാര്യം ഞങ്ങളിപ്പോ ഒരു ഫാമിലി പോലെയാണ്. എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ, ഒറ്റപ്പെടലിന്റെ ഒരു നട്ടുച്ച എന്നൊക്കെ പറയാം. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇങ്ങനൊരു എന്റെ ഭാഷയിൽ പറഞ്ഞ ശീതൾ ചായ പരത്തി ഇങ്ങനെ ഒരു ഗ്രൂപ്പ് വന്നത്. എല്ലാവരും പേരെടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ നസ്രീൻ, ജെബീൻ, സജീറ, സെമീന, സുനൈറ, ഫാരിസ്, സുരേഷ് ബാബു, പിന്നെ സുധീർ സാർ, പിന്നെ ഉണ്ട് കുറെ പേര്, ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സോറി. ഇവരൊക്കെ ഒരു നല്ല ടീമാണ്, നല്ലൊരു ബോണ്ടാണ് ഞങ്ങൾക്ക് തമ്മിൽ, ഞങ്ങളുടെ ഇടയിൽ. ഞങ്ങളുടെ ആ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ആക്റ്റീവാണ്. ഇനി എപ്പോഴെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു മടി തോന്നുകയാണെങ്കിൽ ഇവരുടെ പ്രാക്ടീസിന്റെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ വീണ്ടും എനർജറ്റിക് ആവും. അതാണ് എൻ്റെ ഒരു ടീമിന്റെ പ്രത്യേകത. അപ്പൊ അവരോടെല്ലാവരോടും എൻ്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്, എന്നിൽ ഇങ്ങനെ ഒരു മാറ്റം സൃഷ്ടിച്ചതിന്. തീർച്ചയായിട്ടും സുജന മാം, നോ ഡൗട്ട് അബൌട്ട്, നിങ്ങളുടെ ഈ ഒരു സംസാര രീതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വെച്ചാല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്യൂച്ചറിൽ എന്തായാലും നിങ്ങളൊരു ആവണം. അതിനു വേണ്ട എല്ലാ ക്വാളിറ്റീസും നിങ്ങളിലുണ്ട്. നിങ്ങളുടെ ആ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് പുറത്തു കൊണ്ടുവരാൻ എത്രത്തോളം നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച്, ഈ പറഞ്ഞ റൈറ്റർ ആവാൻ കഴിയും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഒരു ഹോപ്പ് എത്രത്തോളം ഉണ്ട്? പഴയ എല്ലാം തീർന്നു എന്ന ലൈഫിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾ തിരിഞ്ഞ് നിൽക്കുന്നത് ഏത് ദിശയിലേക്കാണ്? വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് പ്ലാൻ? വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് പ്രോജക്റ്റ്? ആൻഡ് ഹൗ ഡു യു ഫീൽ അബൌട്ട് ദാറ്റ്? വാട്ട് ഈസ് യുവർ ഫീലിംഗ് അബൌട്ട് യുവർ ഫ്യൂച്ചർ? നെക്സ്റ്റ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ HSA, അത് എനിക്ക് ആദ്യത്തെ റാങ്ക് തന്നെ സ്കോർ ചെയ്യണം എന്നാണ് ആഗ്രഹം. പാലക്കാട് ജില്ലയിലാണ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് കാര്യം അത് ഞാൻ ഇപ്പോഴേ വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്, എന്നെ എല്ലാവരും അഭിനന്ദിക്കുന്നതും യൂട്യൂബിൽ എൻ്റെ ഇന്റർവ്യൂ വരുന്നതും അങ്ങനെ പലതും ഞാൻ വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊരു ഗോളാണ്. പിന്നെ ഒരു നല്ല എഴുത്തുകാരി ആവണം. പിന്നെ നല്ലൊരു സൂപ്പർ വുമൺ, സൂപ്പർ മദർ ആവണം. എൻ്റെ മക്കൾക്കായാലും എന്നെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ എന്താ പറയാ, അവർക്കൊരു അഭിമാനം തോന്നുന്ന രൂപത്തില് ആവണം. അതുണ്ട് എൻ്റെ മനസ്സില്.
പിന്നെന്താ പറയാ, പിന്നെ ഞാൻ വായനയൊക്കെ ഇട്ട് വീണ ആളായിരുന്നു. അപ്പൊ താഹിറമ്മയും പറഞ്ഞു ആ ഒരു വിഷം എടുത്ത് ടാപ്പ് ചെയ്താൽ വായിക്കാൻ പറ്റും എന്ന് പറഞ്ഞു. ഇപ്പൊ എനിക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. കാര്യം എഴുത്തുകാരി ആവുക എന്നുള്ളതിന് മുന്നോടിയാണ് നല്ല വായനക്കാരി ആവുക എന്നുള്ളത്. അത് ഞാൻ എവിടെയോ ഉപേക്ഷിച്ച ഒരു സംഭവമാണ്. അത് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴോ എനിക്ക് എഴുതാൻ പറ്റുള്ളൂ. കാര്യം നമ്മളുടെ വാക്കുകളൊക്കെ ഇങ്ങനെ അനർഗനിർഗളമായിട്ട് വരണമെങ്കിൽ നമ്മൾ അത്രയും വായിച്ചിട്ടുള്ള ഒരാളാവണം. അപ്പോ ഞാനത് ഇപ്പൊ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെയാണ് എന്റെ ഭാവിയിലെ ഒരു നല്ല ഫ്യൂച്ചർ ഞാൻ സ്വപ്നം കാണുന്നുണ്ട്. മക്കൾക്കും നല്ലൊരു ഭാവി. അപ്പോ അങ്ങനെ കോഴ്സ് ഇതേപോലെ എന്താ പറയാ, സഫർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അല്ലേ? ആ ഒരു സഫർ ചെയ്യുന്ന ആൾക്കാരോട് ഇപ്പൊ ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾ വല്ലാണ്ടൊരു സഫർ ചെയ്ത സ്റ്റേജിൽ നിന്നിരുന്ന ഒരാളാണ്. ഇപ്പൊ ആ മുഖത്ത് എനിക്ക് ആ പ്രകാശം കാണാം, ആ കോൺഫിഡൻസ് കാണാം. പണ്ടത്തെ ആളല്ല ഇത്. ആക്ച്വലി ഞാൻ സത്യം പറയട്ടെ, നിങ്ങളുടെ മുഖഛായത്ത് തന്നെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ലൈക്ക് യു നോ, നിങ്ങൾ അന്ന് ഞാൻ കാണുന്ന സമയത്തുള്ള ഒരു കുറച്ച് ഒരു എന്താ പറയാ, അത്ര ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫേസ് ആയിരുന്നില്ല. ഓക്കെ, സോ അതിൽ നിന്ന് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള എത്ര പേർക്ക് ഡിഫറൻസ് ഉണ്ട്? ശരിയാണോ സജീറ? ലൈക്ക് ശരിയാണ്. നസ്രീൻ ശരിയാണോ? ഓക്കെ, ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. എന്താണ് ഒരുപാട് വ്യത്യാസം എന്ന് വ്യത്യാസമുണ്ട്. പറയാം? എന്താണ്? സജിന് ഒരുപാട് മാറിപ്പോയിട്ടുണ്ട്. Yeah. അവളെ ഞാൻ ഫേസ് ശരിക്കും മാറുന്നു. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇവരുടെ സംസാരത്തിന്റെ ആ ഒരു തൃശ്ശൂർ സ്ലാങ് ഉള്ളത് കൊണ്ട് മാത്രം ആളെ ശരിക്കും എനിക്ക് റിമെമ്പർ ചെയ്യാൻ പറ്റിയത്. അല്ലെങ്കിൽ എനിക്ക് ഇത് എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. ഇയാള് ആരാ എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. അപ്പൊ അത്രയ്ക്കും ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് നിങ്ങളുടെ അപ്പിയറൻസിൽ വന്നിട്ടുണ്ട്. യെസ്, എല്ലാവരും പറയുന്നുണ്ട് ഷി ഹാസ് ചേഞ്ച്ഡ് എ ലോട്ട്. സോ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് എന്ന് വെച്ചാൽ ഇവിടെ ഇവിടെ ഇത്രയും ചേഞ്ച് കൊണ്ടുവന്നിട്ടുള്ള ഒരാൾക്കാരെയാണ് നമ്മൾ ഈ ഇൻസ്പയറിംഗ് സ്റ്റോറിയിൽ കൊണ്ടുവരുന്നത്. അപ്പൊ ആ ഒരു ചേഞ്ച് ശരിക്കും വിസിബിൾ ആണ് മാം. നിങ്ങളുടെ മുഖത്ത് നിങ്ങളുടെ നിങ്ങൾ അന്ന് ആ കോഴ്സിൽ ഇരുന്ന സമയത്ത് ഉണ്ടായിരുന്ന നിങ്ങളുടെ മുഖഭാവമോ നിങ്ങളുടെ മുഖത്തുള്ള ഇപ്പൊ കാണുന്ന പ്രസന്നത അന്ന് ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, നിങ്ങളുടെ ഫിസിക്കലി തന്നെ ഡിഫറൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് എന്താ പറയാ, പറയാതിരിക്കില്ല, വേറെ വഴിയില്ല. യു ലുക്ക് മോർ ബ്യൂട്ടിഫുൾ, മോർ പോസിറ്റീവ്, മോർ എനർജറ്റിക്. അങ്ങനെ ഒരു നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ചെറിയ കാര്യമില്ല. കാരണം നമ്മൾ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മൾ ഈ മിറർ പ്രാക്ടീസ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതേപോലെ ഗ്രാറ്റിറ്റ്യൂഡും സെൽഫ് ലവ് പ്രാക്ടീസ് നമ്മുടെ ഭംഗി വല്ലാണ്ട് കൂടും, നമ്മുടെ സൗന്ദര്യം വർദ്ധിക്കും, നമ്മുടെ എനർജി വർദ്ധിക്കും, അതേപോലെ തന്നെ ഓവറോൾ സ്കിന്ന് ഇതൊക്കെ മാറും, ചേഞ്ച്. ആ ചേഞ്ച് ശരിക്കും പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. ഐ എം റിയലി ഹാപ്പി. അതേപോലെ ഇന്ന് എനിക്ക് അടുത്തത് സഫർ ചെയ്യുന്ന ആൾക്കാരോട് ഈ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ, ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേജിലേക്ക് എത്തി നിൽക്കുമ്പോൾ, നിങ്ങൾ ഒരു സമയത്ത് സഫർ ചെയ്തിരുന്ന ഒരാളാണ്, കോൺഫിഡൻസ് കുറവുണ്ടായിരുന്ന ഒരാളാണ്, ഹോപ്പ് ഇല്ലാതിരുന്ന ഒരാളാണ്, എല്ലാം പാസ്റ്റിൽ സ്റ്റക്കായി നിന്നിരുന്ന ഒരാളാണ്, ഒരു ബിലീഫും കൊണ്ട് ജീവിച്ചിരുന്ന ലക്കില്ലാത്ത അൺലക്കി ആയിട്ടുള്ള ഒരാൾ. നൗ വാട്ട് യു ഫീൽ ഫ്രം അൺലക്കി ടു ദി മോസ്റ്റ് ലക്കിയസ്റ്റ്, അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട്. വാട്ട് ഈസ് യുവർ ഫീലിംഗ് ആൻഡ് വാട്ട് യു വാണ്ട് ടു ഷെയർ? എന്താണ് മറ്റുള്ളവരോട് പറയാനുള്ളത്? എല്ലാവരും അതേപോലെ ഈ പ്രോഗ്രാമിലേക്ക് വരാൻ നിൽക്കുന്നവരോട് എന്താ പറയാനുള്ളത്? സ്ട്രഗിൾ ചെയ്യുന്നവരോട് എന്താ പറയാനുള്ളത്? എല്ലാവരും മടിക്കാതെ എത്രയും പെട്ടെന്ന് കടന്നു വരണം എന്നാണ് ഞാൻ പറയുന്നത്. കാര്യം നമുക്ക് ഇങ്ങനെയൊരു ടൂളാണ് ഇതെന്ന് നമുക്ക് ഇതിലേക്ക് വന്നതിന് ശേഷമാണ് മനസ്സിലാവുക. പിന്നെ നമുക്ക് എന്താ പറയാ, അലാവുദ്ദീന്റെ അത്ഭുതവിളക്ക് പോലെ നമുക്ക് എന്തും നേടിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് വരും. അത് വന്നാൽ തന്നെ കുറെ വിജയിച്ചു. എനിക്ക് മുന്നൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഡൗട്ടായിരുന്നു. ഇപ്പൊ മുഹ്സിനെ പറഞ്ഞു, മുഹ്സിനയുടെ പേര് ഞാൻ നേരത്തെ പറയാൻ മറന്നു കേട്ടാ, താങ്ക്സ് പറഞ്ഞ കൂട്ടത്തിൽ മുഹ്സിനെ പറഞ്ഞു. ഭയങ്കര ഡൗട്ടുള്ള ആളായിരുന്നു ഞാൻ, എല്ലാവരോടും സംശയം ചോദിച്ചിരുന്ന ആളായിരുന്നു. അപ്പൊ സംശയങ്ങൾ ഇപ്പോഴും ചോദിക്കുന്നുണ്ട്, പക്ഷെ അത് ഒരു പോസിറ്റീവ് സംശയമാണ്. മുമ്പ് എന്നൊക്കെ പറഞ്ഞാൽ നെഗറ്റീവ് സംശയങ്ങളായിരുന്നു ചോദിച്ചിരുന്നത്. അപ്പൊ മുമ്പ് ഒരു ഡൗട്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് തോന്നുന്നു നമ്മൾ എന്ത് വിചാരിച്ചാലും പറ്റും. നമ്മള് മെഡിറ്റേഷൻ ഈ പറയുന്ന പോലെ എന്റെ ജീവിതം എനിക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റും എന്ന് പറയുന്ന പോലെ നമ്മൾ എന്ത് വിചാരിച്ചാലും നടക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ട്. അപ്പൊ എല്ലാവരും ഇതിലേക്ക് വരിക. കാര്യം നമുക്കറിയില്ല എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ സഫർ ചെയ്യുന്നതെന്ന്. അങ്ങനെ ജീവിതം ഇങ്ങനെ ദുസ്സഹമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ എന്തായാലും വരണം എന്നാണ് ഞാൻ പറയുന്നത്. കാര്യം ഈ ട്രോമ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്കൊന്നും ഈ ട്രോമയൊന്നും ഇല്ലാന്ന്. പക്ഷെ എല്ലാവർക്കും ഉണ്ട്. കാര്യം നമ്മളൊക്കെ ഇങ്ങനെ ചുറ്റുപാടുകളോടുകൂടി ജീവിക്കുന്ന ആൾക്കാരല്ലേ. അപ്പൊ എന്തായാലും അവരൊക്കെ എന്തെങ്കിലും പറഞ്ഞത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഓഫീസിന്റെ ഒരു കാര്യം, അവര് ഭയങ്കര എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെ ഓക്കെ, പക്ഷെ അവര് ഈ മതം പറയുന്ന
ഒരു ഇതാണ്. അതായത് ഇപ്പൊ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, എന്റെ ചേട്ടൻ പറഞ്ഞു, ആരെ പ്രേമിച്ചാലും പിള്ളേരോട് പറഞ്ഞു എന്ന്, ആരെ പ്രേമിച്ചാലും ഒരു മുസ്ലിമിനെ പ്രേമിക്കരുതെന്ന് പറഞ്ഞു. ചേട്ടൻ മുസ്ലിങ്ങളെ അത്രയ്ക്ക് വെറുപ്പാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ അടുത്തിരിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ ഭയങ്കര ജാതീയത ഒന്നും നോക്കുന്ന ആളല്ല, എങ്കിൽ കൂടി അതങ്ങനെ കേട്ടപ്പോ നമുക്കൊരു വിഷമം. പക്ഷെ സജനേച്ചിന് ഇല്ലേട്ട ഉദ്ദേശിച്ചത് അവളപ്പ എന്നോട് പറഞ്ഞു. ഞാനപ്പോ അന്ന് തന്നെ വന്നിട്ട് ടാപ്പ് ചെയ്തു. ഇപ്പൊ ഈ അടുത്ത ദിവസമാണ് കേട്ടോ ടാപ്പ് ചെയ്തു. അവൾക്ക് ഫോർഗീവ് ചെയ്തു കൊടുത്തു. കാര്യം എനിക്കൊരു വിഷമം ഉണ്ടായല്ലോ, അത് ഫോർഗീവ് ചെയ്തു കൊടുത്തു. ഞാൻ അവളോട് അത്രയ്ക്കും സ്നേഹത്തിൽ തന്നെ പെരുമാറി. ഇനിയിപ്പൊ എനിക്ക് മനസ്സിൽ തോന്നുന്നത് എന്താന്ന് വെച്ചാൽ, അവള് ചേട്ടനോട് പറയും എല്ലാ മുസ്ലിങ്ങളും അങ്ങനെയല്ല, ഞാൻ പരിചയപ്പെട്ട മുസ്ലിം അങ്ങനെയല്ല എന്ന് അവള് ചേട്ടനോട് പറയുന്നുള്ള ഉറച്ച വിശ്വാസം ഉണ്ട് എനിക്ക്. ഭാവിയിൽ ചെറിയ പിള്ളേരോട് പറയുന്ന വർത്താനമാണിത്, മക്കളോട് ഈ ചേട്ടൻ ആരെ പ്രേമിച്ചാലും മുസ്ലിമിനെ പ്രേമിക്കരുതെന്ന്. അത്രയ്ക്ക് വെറുപ്പാണ് ചേട്ടനെന്ന്. അത് അവൾ എന്നെ മാറ്റി പറയുന്ന എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അതൊക്കെയാണ് നമ്മൾ ക്ലാസ്സിലൂടെ നേടിയെടുക്കാൻ പറ്റുന്നത്. ഹലോ സർ. ടെക്കായോ? കേൾക്കുന്നില്ലേ? ഹലോ. ആ പെട്ടെന്ന് എനിക്ക് കട്ടായി പോയി. എനിക്കാണോ കട്ടായി പോയത്, എല്ലാവരും കട്ടായി പോയാ? എന്താ സംഭവിച്ചത്? സാറിന് മാത്രം. ഓക്കെ, ശരി. ഓക്കെ, എനിവേ ഇപ്പൊ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പം മെസ്സേജ് മാം കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടാവും വിചാരിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യമുള്ളത് എന്ന് വെച്ചാൽ, അപ്പം ഇത് ഒരു ഫീ കൂടുതലാണെന്നൊക്കെ പറയുന്നവരുണ്ട്. മാം ഇതേപോലെ ഫൈനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അല്ലെങ്കിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ട് അപ്പോൾ കോഴ്സിലേക്ക് വന്നു. എന്താണ് ഇത്രയും വലിയൊരു ഫീ കൂടുതലാന്നൊക്കെ പറയുന്നവരോട് എന്താ പറയാനുള്ളത്? ആദ്യം നമുക്ക് അങ്ങനെ തോന്നും. പക്ഷെ ക്ലാസ് തുടങ്ങി അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി കഴിയുമ്പോൾ തോന്നും ഇതൊന്നും ഒന്നുമല്ലാന്ന്. കാര്യം നമ്മൾ ഒരു 2 പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ആവുന്ന കാശേ ഇതിനാവുന്നുള്ളൂ. അപ്പൊ അത് ഒന്നുമല്ലാന്ന് തോന്നും. അപ്പൊ നിങ്ങൾ പൈസ കിട്ടുന്നതായി വിഷ്വലൈസ് ചെയ്യുക, ഇതിലേക്ക് കയറുന്നതായിട്ടും വിഷ്വലൈസ് ചെയ്യുക. തീർച്ചയായിട്ടും നടക്കും. പിന്നെ അതുപോലെ തന്നെ വേറെന്തോ കാര്യം പറയാൻ മറന്നുപോയി. ഓക്കെ, കുഴപ്പമില്ല. അത് വരുമ്പോൾ മനസ്സിലേക്ക് വരുമ്പോൾ പറഞ്ഞാൽ മതി. ഇനി ഓഡിയൻസിനുള്ള അവസരമാണ്. നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ചോദിക്കുക. കാരണം ഇതൊരു ചാൻസ് ആട്ടോ. കാരണം സജന മാം എന്താ വെച്ചാൽ അവരുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് അവർ കോഴ്സിൽ നിന്ന് പഠിച്ചിട്ടുള്ള എല്ലാ അറിവുകളും ചോദിച്ചെടുക്കുക. ഒന്ന്, അവർ നല്ല സംസാരിക്കാൻ താല്പര്യമുള്ള ഒരാൾ അല്ലെങ്കിൽ എന്താ പറയുക സംസാരിക്കുന്ന ഒരാളാണ്. അന്ന് പറഞ്ഞ പോലെ എന്താ വെച്ചാൽ കോഴ്സിൽ സംസാരിക്കുന്ന സമയത്ത് പലപ്പോഴും നെഗറ്റീവായിട്ടാണ് സംസാരിച്ചിരുന്നത്. ആ ഒരു അവസ്ഥ, നമ്മൾ എന്താണോ അവസ്ഥ, ആ അവസ്ഥക്കനുസരിച്ച് സംസാരിക്കുക. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, ആളെ പിടിച്ചിട്ട് ഇങ്ങോട്ട് വെച്ചു നമ്മൾ ചെയ്തത്. അപ്പം അതിന് നമ്മൾ എന്താ വെച്ചാൽ ടൂള് പഠിപ്പിച്ചു കൊടുത്തു. അപ്പം ആ ടൂള് പഠിച്ചിട്ടുള്ള, ലൈഫിൽ അപ്ലൈ ചെയ്തിട്ടുള്ള, ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം അത് ചെറിയ കാര്യമല്ല ഡെയിലി പ്രാക്ടീസ് ചെയ്യാന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നല്ല അനുഭവം, ഓൾറെഡി കോഴ്സ് ചെയ്ത ആൾക്കാർക്ക് തന്നെ ആരെങ്കിലുമൊക്കെ കണക്ഷൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ ചോദ്യം ചോദിക്കാം. ഇതൊരു അവസരമാണ്. എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചോളൂ. ദിസ് ഈസ് യുവർ ചാൻസ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ എനിക്ക് ഒരു മെസ്സേജ് പാസ് ചെയ്യണം. ഞാനിപ്പോൾ ഉള്ളത് മുംബൈയിലാണ്. സോ മുംബൈയിൽ ഞാനൊരു എൻ്റെ ഗുരുക്കന്മാരായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അപ്പം മെൻറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, അവരുടെ അടുത്ത് നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങനെ ഞാൻ ഇന്ന് ജാക്ക് ഹാൻഫീൽഡിനെ അറിയോ നിങ്ങൾ? അറിയില്ലെങ്കിൽ അറിയണം. ജാക്ക് ഹാൻഫീൽഡ് എന്ന് പറയുന്നത്, നിങ്ങൾ ചിക്കൻ സൂപ്പ് ഫോർ ദ സോൾ എന്ന് പറയുന്ന ബുക്കുകൾ, സീരീസ് ഉണ്ട് ഒരുപാട്. അപ്പം അത് എഴുതിയിട്ടുള്ള ഒരാളാണ്. അത് കുറേ ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. അടിപൊളി മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ സീക്രട്ട് എന്ന് പറയുന്ന ബുക്ക് നിങ്ങൾ അധികം ആൾക്കാർ വായിച്ചിട്ടുണ്ടാവും അല്ലേ? എന്നാൽ അതിൻ്റെ ഒരു മൂവി ഉണ്ട്, ദ സീക്രട്ട് എന്ന് പറഞ്ഞിട്ടുള്ള മൂവി ഉണ്ട്. 2 മൂവി ഉണ്ട്. ആ ബുക്ക് ആദ്യം ഇറങ്ങിയ സമയത്തുള്ളൊരു മൂവി ഉണ്ട്. ആ മൂവിയിലൊക്കെ അദ്ദേഹത്തെ പറ്റി ഒരുപാട് കാണിക്കുന്നുണ്ട്. സോ പിന്നീട് ഒരു മോഷൻ പിക്ചർ തന്നെ ഇറങ്ങിയിട്ടുണ്ട്, സീക്രട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിക്ഷണൽ ലെവലുള്ള ഒരു മൂവി തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് വേറെയുണ്ട്. പക്ഷെ ഞാൻ ഫസ്റ്റ് പറഞ്ഞ ഡോക്യുമെൻ്ററി പോലുള്ള ഒരു മൂവി ഇറങ്ങിയിട്ടുണ്ട്, റോണ്ട അവെറൻ ചെയ്തിട്ടുള്ള. ആ മൂവിയിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഗസ്റ്റാണ്. അന്ന് അദ്ദേഹത്തെ കാണുമ്പോൾ ശരിക്കും ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ഗോളാണ്, ഇവരെയൊക്കെ എനിക്ക് നേരിട്ട് കാണാൻ പറ്റും. ഓക്കെ, ആൻഡ് യെസ്റ്റർഡേ ഇറ്റ് ഹാപ്പൻഡ്. ഇന്നലെ അത് സംഭവിച്ചു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ അദ്ദേഹം അമേരിക്കക്കാരനാണ്, അങ്ങ് വേറെ രാജ്യത്തിരിക്കുന്ന അദ്ദേഹം. ഏറ്റവും രസകരമായ ഒരു കാര്യം എന്താണെന്നറിയോ? ഏറ്റവും രസകരമായ ഒരു കാര്യം, അദ്ദേഹം ഇന്നലെ ലാസ്റ്റ് അദ്ദേഹം റിട്ടയർ ആവുകയാണ്. ഈ മനുഷ്യന്റെ ലൈവ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണം എന്ന് ആഗ്രഹിച്ച് നടന്നിരുന്ന ഒരാളാണ്. ഇന്നലെ അദ്ദേഹം റിട്ടയർ ആവുകയാണ്. ഇനി അദ്ദേഹം ക്ലാസ് എടുക്കില്ല.
ഒരു വേദിയിലും കയറില്ല. പക്ഷേ അന്ന് ഞാൻ എഴുതിയിട്ടുള്ള 80 വയസ്സായിട്ടുണ്ട്, അന്ന് ഞാൻ എഴുതി വെച്ച ഗോള് എനിക്ക് ഇന്നലെ പോസിബിളായി. നേരിട്ട് അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പറ്റി. എനിക്കറിയില്ല, എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്, എന്നെ പോലെ പലർക്കും തോന്നിയിട്ടുണ്ടാവും, അദ്ദേഹം ഇന്നലെ അവിടെ വന്നത് എനിക്ക് വേണ്ടിയിട്ടാണോ, ഞാൻ ഇന്നലെ അവിടെ പോയത് ഈ ഒരു അവസരത്തിന് വേണ്ടിയിട്ടാണോ. അത്രയ്ക്കും ആഗ്രഹിച്ചിരുന്നൊരു മനുഷ്യനാണ്. സച്ച് ആൻ അമേസിങ് പേഴ്സൺ. ആ ആഡ് ഞാൻ കണ്ടതും അവിടെ ചെന്നതും ഒക്കെ. അപ്പം നമുക്കൊക്കെ ഒരുപാട് മിറക്കിൾസ് സംഭവിക്കാറുണ്ട്. അദ്ദേഹം ഷെയർ ചെയ്ത കുറേ പോയിന്റ്സുകളുണ്ട്. ഇനി വരുന്ന മോർണിംഗ് ക്ലാസ്സുകളിൽ തീർച്ചയായിട്ടും ഇവിടുന്ന് കിട്ടിയിട്ടുള്ള എല്ലാ നോളജും ഞാൻ എന്ത് ചെയ്യും, ഷെയർ ചെയ്യും. നമ്മുടെ കോഴ്സുകളിലും അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകും. റിപ്പീറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ റിപ്പീറ്റ് ചെയ്യുക. എന്തായാലും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി അതിൻ്റെ അടുത്ത ഫർദർ പ്രോഗ്രാംസുകളുണ്ട്. നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം, നിങ്ങളിലേക്ക് എന്തായാലും ഷെയർ ചെയ്യാൻ ഞാൻ റെഡി ആയിട്ടിരിക്കും. അപ്പോൾ ഇനിയുള്ള മോർണിംഗ് ക്ലാസ് ഒന്നും മിസ്സാക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കളെ, ഫ്രണ്ട്സിനൊക്കെ വിളിക്കാം, ചോദ്യങ്ങൾ ചോദിക്കാം. സജ്ന മാം ആൻഡ് ഓഡിയൻസ്, ദ ഫ്ലോർ ഈസ് യുവേഴ്സ്. നിങ്ങളാണ് ഇനി ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും പറയുകയാണ്, സജ്ന മാം ശരിക്കും പ്രാക്ടീസ് ചെയ്ത് ലൈഫ് തിരിച്ചു പിടിച്ച ഒരാളാണ്. ചെയ്തവരിൽ നിന്ന്, കോഴ്സ് പഠിപ്പിക്കുന്ന ആൾ എത്ര പറഞ്ഞാലും ഓക്കെ, ഞാൻ പറയുന്നുണ്ടല്ലോ എല്ലാ ദിവസവും പല ദിവസങ്ങളും എന്ന് പറയുന്നത്, പക്ഷേ ചെയ്തവരുടെ അടുത്ത് പഠിക്കുക. അവരെന്ത് ചെയ്തു, അവരെങ്ങനെ ചെയ്തു, അവർക്കുള്ള മെസ്സേജ് എന്താണ്, നിങ്ങളോട് എന്താ പറയാനുള്ളത്, നിങ്ങളുടെ അവസ്ഥ വെച്ചിട്ട് എന്ത് ചെയ്ത, അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചോദ്യം ചോദിച്ചോളൂ, അവർക്ക് അറിയാവുന്ന രീതിയിൽ അവർ ആൻസർ ചെയ്യും. അവർക്കത് അറിയാത്തതാണെങ്കിൽ അതിൽ ഞാൻ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ശ്രമിക്കും. സോ ഷൂട്ട് യുവർ ക്വസ്റ്റ്യൻസ്. റെഡി ടു ഗോ. ചോദിക്കാം. ചോദിക്കാനുണ്ടോ? ചോദിക്കാനില്ലേ? ചോദിച്ചോളൂ. എന്ത് ക്വസ്റ്റ്യൻസും ചോദിക്കാം. ഉടനെ ചോദിക്കണം കേട്ടോ, സമയം അധികം ഉണ്ടാവില്ല. നിങ്ങൾ ചോദിക്കുക ഉടനെ. ഓക്കെ, എനി ക്വസ്റ്റ്യൻസ്? മാം എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്? ഞാൻ ചോദിച്ചോളൂ. ഉമ്മുസൽമ മാം ചോദിക്കാനുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഉമ്മുസൽമ മാം ചോദിച്ചോളൂ. ഉമ്മുസൽമ മാമിന് എന്താണ് ചോദിക്കാനുള്ളത്? അൺമ്യൂട്ട് ചെയ്ത്. എങ്ങനെ മടി മാറാൻ എങ്ങനെ പ്രാക്ടീസ് ചെയ്യാമെന്ന്. ഓക്കെ, മടി മാറാൻ എങ്ങനെ പ്രാക്ടീസ് ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ട്. പറഞ്ഞു കൊടുത്തോളൂ. എന്താ തോന്നുന്നത്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അതായത് നമ്മൾക്ക് സജ്ന മാമിന് മടി ഉണ്ടായിരുന്നെങ്കിൽ ഈ EFT പഠിച്ചിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് എങ്ങനെ പ്രാക്ടീസ് ചെയ്യും ആ പഠിച്ചതിൽ നല്ല നോളജ്? ഞാൻ ചില കാര്യങ്ങളിൽ ഭയങ്കര അഡിക്റ്റഡ് ആയിരുന്നു. ഫോർ എക്സാമ്പിൾ, റീൽസ് ഒക്കെ കാണുന്നതിൽ ഒരെണ്ണത്തിൽ നിർത്താം, രണ്ടെണ്ണത്തിൽ നിർത്താം, മണിക്കൂറുകളോളം ഇരുന്ന ആളായിരുന്നു. പക്ഷെ സാറിന്റെ ടാപ്പിംഗ് വഴി ആ ഒരു അഡിക്ഷൻ മാറിക്കിട്ടി. അതുപോലെ മടിയും എനിക്ക് ടാപ്പിംഗ് വഴി മാറാമെന്നാണ് എൻ്റെ ഒരു ധാരണ. എനിക്ക് മടി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്കത് ശരിക്കും എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും നമ്മൾ വിചാരിക്കുക, അതായത് നമ്മൾ ഇങ്ങനെ മടി പിടിച്ചിരുന്നത് കൊണ്ട് നമുക്കൊരു ഗുണം കിട്ടാൻ പോകുന്നില്ല. അതല്ല, മടിയില്ലാതെ നമ്മൾ എന്താണോ ചെയ്യുന്നത്, എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അത് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ദോഷം കിട്ടും ഉണ്ടാവും എന്ന് ആലോചിക്കുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, എന്തെങ്കിലും എക്സാമിന് പ്രിപ്പയർ ചെയ്യണവരോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരോ ആണെങ്കിൽ വിചാരിക്കുക, ഞാനിങ്ങനെ മടി പിടിച്ചിരുന്ന ബിസിനസിന്റെ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ എനിക്ക് ഇത്ര നഷ്ടം വരില്ലേ. അപ്പൊ അങ്ങനെയുള്ള ചിന്തകളൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മള് ശ്രമിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. മടി മാറാനായിട്ട് ചോദിക്കട്ടെ, മാമിനോട് തന്നെ ചോദിക്കുകയാണ്. കാരണം ഞാൻ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും എനിക്ക് ചോദിക്കാം. അതായത് ഒരു കാര്യമുള്ളതെന്ന് വെച്ചാല്, നിങ്ങൾക്ക് ഈ ഒരു മടി വരുന്നതിന്റെ റീസൺ ഞാൻ പറഞ്ഞിരുന്നു പലപ്പോഴും അല്ലേ? അപ്പൊ മാം എന്നെ പറഞ്ഞു വെച്ചാൽ, മടിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, വേറെ എന്തെങ്കിലുമൊക്കെ ഒളിച്ചോടുന്നുണ്ട്. ഓർമ്മയുണ്ടോ പറഞ്ഞു? നമ്മുടെ ട്രോമയിൽ നിന്ന്, സ്ട്രെസ്സിൽ നിന്ന് ഒളിച്ചോടുകയാണ്. അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ് എന്താണോ അത് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒളിച്ചോട്ടം ഉണ്ടാവില്ല. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ക്ലിയർ ആയിട്ട് വരും. ശരിയാണോ? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? എന്നോടല്ലേ സാർ ചോദിച്ചത്? അതെ. തീർച്ചയായും എനിക്ക് കുറെ അനുഭവങ്ങൾ ഉണ്ടായതെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഈ ഒരു അഡിക്ഷൻ മാറിക്കിട്ടി. മൊബൈൽ അഡിക്ഷൻ. നമ്മൾ പിള്ളേരെ ഉപദേശിക്കാൻ നമുക്ക് തരില്ല കാര്യം, ഞാൻ അതിനേലും വലിയ അഡിക്റ്റഡ് ആയിരുന്നു. പക്ഷെ ഇതിനിൽ വന്നിട്ട് സാർ ഒരു ദിവസം അഡിക്ഷന്റെ ഒരു ടാപ്പിംഗ് ചെയ്തപ്പോ എനിക്കത് മാറിക്കിട്ടി. ഇപ്പൊ എനിക്കതൊരു എന്താ പറയാ, എനിക്കത് ഒരു എടുക്കുന്നത് തന്നെ കാണും, എന്നാലും ആ ഒരു ഇൻട്രസ്റ്റ് ഇല്ല. അങ്ങനെ അത് മാറിക്കിട്ടി. അതേപോലെ മടി, പലവിധ ട്രോമ, പലവിധ എന്താ പറയാ, ഈ പറഞ്ഞ പോലെ ഒളിച്ചോട്ടം ആയിരിക്കാം. അപ്പൊ അതെടുത്ത് ഹീൽ ചെയ്താൽ തീർച്ചയായിട്ടും മടി മാറിക്കിട്ടും എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾക്ക് എന്താണോ ഗോൾ ഉള്ളത് അതിലോട്ട് മാക്സിമം പെയിൻ വെക്കുക. ആ ഗോൾ കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്തെല്ലാം നഷ്ടങ്ങൾ ഉണ്ടാകും എന്നൊക്കെ ചിന്തിക്കുക. അപ്പൊ തീർച്ചയായിട്ടും മടി സ്വാഭാവികമായിട്ടും മാറിക്കോളും. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വെരി ഗുഡ്. സോ ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ഇതിൽ ഇപ്പോൾ മടിയുമായി ബന്ധപ്പെട്ട് ഒരാൾ ചോദ്യം ചോദിച്ചു. ഇതേപോലെ പല ചോദ്യങ്ങൾ പലർക്കും ഉണ്ടാവും.
ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും നിങ്ങൾ ഈ ഒരു വോയിസ് ടാപ്പിംഗ് സ്റ്റക്ക് ചെയ്യണം എന്ന് ആവുന്നുണ്ട് പറഞ്ഞു. സർ. ആ ടാപ്പിംഗ് ഇപ്പൊ മടിക്ക് ഈ ഫോൺ ഹലോ വോയിസ് പറഞ്ഞോളൂ. ബ്രേക്ക് ആവുന്നുണ്ട്. അപ്പൊ ഓക്കെ ആണോ? ഓക്കെ, ഓക്കെ. ഇടയിൽ ബ്രേക്ക് ആവുന്നുണ്ട്. 1 മിനിറ്റ്, ഞാനൊന്ന് കണക്ട് ചെയ്യാം, ഞാനൊന്ന് റീകണക്ട് ചെയ്യാം. അവസ്ഥ ഓക്കെ ആണോ? ഐ മൈ ഓഡിബിൾ? യെസ്, ഓക്കെ, ഓഡിബിൾ ആണോ അതോ കട്ടായോ? ഓഡിബിൾ ആണ്. ഓഡിബിൾ ആണ്. ഓക്കെ. സോ നിങ്ങൾ ടാപ്പ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പലർക്കും ഇത് മനസ്സിലാവില്ല. ഓക്കെ, അപ്പം എന്താണ് ഈ ടാപ്പിംഗ്? നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ എന്താണ് ടാപ്പിംഗ്? അത് പറഞ്ഞു, നിങ്ങളുടെ ഒരു ഫീലിംഗ് അങ്ങ് പറഞ്ഞാൽ മതി. എന്താണ് ടാപ്പിംഗ്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ്? അതായത് കുറെ എനർജി പോയിന്റ് ഉണ്ട് നമുക്ക്. എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ് കേട്ടോ സാർ, തെറ്റുണ്ടെങ്കിൽ സാർ തിരുത്തണേ. നമുക്ക് കുറെ എനർജി പോയിന്റ് ഉണ്ട്. അപ്പൊ അതിൽ ടാപ്പ് ചെയ്യാന്ന് വെച്ചാല് നമ്മൾക്കത് നേരിട്ടതൊരു എന്താ പറയാ, നമുക്ക് എഫക്റ്റ് ആവുന്നുണ്ട്. അപ്പോ എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന ഒരു ഡൗട്ട് എന്ന് വെച്ചാല്, ഞാൻ സാറിനോട് ചോദിച്ചിട്ടുണ്ട്, പിന്നെ ഞാൻ ഇതിലെ നമ്മളുടെ ഗ്രൂപ്പ് അംഗങ്ങൾ പലരോടും ചോദിച്ചതാണ്, ഈ നെഗറ്റീവ് പറയുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. കാര്യം നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ അങ്ങനെ എനിക്ക് ആ വിഷമം അത് അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടൊരു കുറെ നെഗറ്റീവ് ആണല്ലോ. അപ്പൊ എന്നോടൊരു ഇതിലെന്ന് എൻ്റെ ഒരു ഗ്രൂപ്പ് അംഗം പറഞ്ഞു, തീർച്ചയായിട്ടും അതില് നെഗറ്റീവ് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാര്യം നമ്മുടെ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യണത്, നമ്മൾ എന്ത് ഇമോഷൻ ആണോ അത് എക്സ്പ്രസ് ചെയ്യാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ കയ്യിലൊക്കെ ടാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ റീഫ്രെയിം ചെയ്യണം. അതായത് നമ്മൾ അഫർമേഷൻ കൊടുക്കുകയാണ്. നമുക്ക് ആ ഒരു ഇമോഷൻ, ആ ഒരു വിഷമം വന്ന് അത് പരമാവധി എക്സ്പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ റീഫ്രെയിം ചെയ്യണം, നമ്മുടെ മനസ്സിനെ ഇതാക്കി എടുക്കണം. അത് ചിലപ്പോൾ 2-3 പ്രാവശ്യം 2-3 റൗണ്ടൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്കത് ആ ഒരു വിശ്വാസത്തോടു കൂടി ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട്, നമുക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നുണ്ട്. നമുക്കതിൽ ഒരു ഇത് എനിക്കിപ്പോ ഹീൽ ചെയ്തിട്ടുള്ള സംഭവം, ഇപ്പൊ ഒരു ഫൊർഗീവ് ചെയ്ത് കൊടുക്കാനുള്ള വ്യക്തിയോടാണെങ്കിൽ ഫൊർഗീവ് ചെയ്ത് കൊടുത്തിട്ട് ഹീൽ ചെയ്ത സംഭവം ഞാൻ ആലോചിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയോ? ഒരു പഴയ സിനിമ കണ്ട് മറന്ന പോലെയാണ്. അഭിനേതാക്കളെ ഓർമ്മയുണ്ട്, ആ സംഭവം ഓർമ്മയില്ല. അതുപോലെയാവും നമ്മുടെ മനസ്സ്. അപ്പോ എനർജി പോയിന്റുകളാണ്, അവിടെയാണ് നമ്മൾ ടാപ്പ് ചെയ്യുന്നത്. കാര്യം നമ്മൾ ഇങ്ങനെ ഇരിക്കാന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു ആശ്വാസം കിട്ടാൻ വേണ്ടി ഇരിക്കുന്നതാണ്. അപ്പൊ അതുപോലെ പല പോയിന്റിലും നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്കതൊരു ആശ്വാസമാണ്. അപ്പൊ പരമാവധി നമ്മളുടെ ഇമോഷൻ എക്സ്പ്രസ് ചെയ്തതിന് ശേഷം വീണ്ടും എന്താ പറയാ, പോസിറ്റീവ് അഫർമേഷൻ കൊടുക്കുക. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഓക്കെ, സോ ടാപ്പിംഗ് ലൈഫിലെ വലിയൊരു ബ്ലെസ്സിങ് ആയി മാറി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ ഏത് പ്രശ്നമുണ്ടെങ്കിലും തരണം ചെയ്യാനുള്ള ഒരു ടൂള് കയ്യിലുണ്ട് എന്നൊരു ധൈര്യമുണ്ടോ? എന്താണ് ഫീലിംഗ്? കാരണം പലപ്പോഴും പല കോഴ്സുകൾ പലരും അറ്റൻഡ് ചെയ്യാറുണ്ട്. ഓക്കെ, ടാപ്പിംഗ് എന്ന് പറയുന്നത് ഒരു ക്വിക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു ടൂളാണെന്ന് തോന്നിയിട്ടുണ്ടോ? വാട്ട് ഈസ് യുവർ ഫീലിംഗ്? തീർച്ചയായും തോന്നിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ സാർ കേട്ടോന്ന് അറിയില്ല. അത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. അത് അതായത് ഒരു ഓഫീസിലെ സ്റ്റാഫ് പറഞ്ഞത്. ഐ അണ്ടർസ്റ്റാൻഡ്. അല്ല, ഞാൻ ചോദിക്കുന്നത് അതെനിക്ക് ആ മനസ്സിലായി. പക്ഷെ ആ അതായത് എക്സാമ്പിൾ ഇല്ലാതെ ഇതിൻ്റെ ഒരു എന്താ പറയുക, മറ്റുള്ള കോഴ്സുകളിൽ നിന്ന് ഏഹ്, ഈ ഇത്തരത്തിലുള്ള കോഴ്സുകളിൽ ഡിഫറെൻ്റ് ആക്കുന്ന ഒരു ഫാക്ടർ പലപ്പോഴും പലരും പറയുന്നത്, അല്ലെങ്കിൽ നമ്മളും മനസ്സിലാക്കുന്ന ഒരു വേഗതയാണ്. അത് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? പെട്ടെന്ന് ഒരു പ്രശ്നത്തിൽ കടന്ന് പുറത്തു കടക്കാം എന്നുള്ള സംഗതി? ചെയ്തിട്ടുണ്ട്. നല്ല സ്പീഡായിട്ട് മറ്റുള്ള കോഴ്സ് ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ ഉം. അത് കമ്പാരിസൺ ചെയ്യാൻ എനിക്കറിയില്ല. പക്ഷെ ഇത് ഭയങ്കര ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ടൂളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം നമ്മുടെ കുറെ പ്രശ്നങ്ങൾക്ക്, നമ്മുടെ പല പല പ്രശ്നങ്ങൾക്ക് ഇത് ചെയ്തതിന് ശേഷം നമുക്കൊരു പരിഹാരം കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ അത് പിന്നീട് ഓർത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്കതൊരു ചെറിയൊരു ഓർമ്മ മാത്രമായിട്ട് മാറുന്നുണ്ട്. നമ്മുടെ മനസ്സിനൊരു ആശ്വാസം കിട്ടുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനം. പിന്നെ പെട്ടെന്ന് റിസൾട്ടും കിട്ടുന്നുണ്ട്. അങ്ങനെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, ഓൾറൈറ്റ്. സോ ഈ ഒരു ടൂള് കൊണ്ട് നിങ്ങൾക്ക് എല്ലാ മേഖലയിലും റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും എല്ലാ മേഖലയിലും നമുക്കിത് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയും. കാര്യം നമ്മുടെ മനസ്സാണല്ലോ പ്രധാനം. നമ്മുടെ മനസ്സിലാണല്ലോ ഓരോന്നും ഉദിക്കുന്നത്. അപ്പോ അകലോകം എങ്ങനെയാണോ അതുപോലെയാണ് പുറം ലോകം. അപ്പൊ നമ്മൾ അകത്തോട്ട് എന്ത് കൊടുക്കുന്നു അത് തന്നെയാണ് പുറത്ത് സൃഷ്ടിച്ചെടുക്കാൻ പറ്റുന്നത്. അപ്പൊ ഈ ഒരു ടാപ്പിംഗ് വഴി നമുക്ക് നമ്മുടെ അകം ലോകത്ത് നമുക്ക് എന്താണ് വേണ്ടതെന്ന് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നിയത്. തീർച്ചയായിട്ടും. വെരി ഗുഡ്. റിസാഖ് സാർ പറയുന്നു, നന്നായി ഫീൽ ചെയ്ത് ടാപ്പ് ചെയ്യുമ്പോൾ റിസൾട്ട് ഉറപ്പായും കിട്ടുന്നുണ്ട്. വെരി ഗുഡ്. ഇതേപോലെ മറ്റൊരു മഹാപ്രതിഭാസ അംഗമാണ് കേട്ടോ റസാഖ് സാറ്. അതായത് ഇതുപോലെ ഒരു എന്താ പറയുക, വന്ന സമയത്തേ കടുത്ത പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ നമ്മൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ കോഴ്സ് കൗൺസിലർ പലവട്ടം പറഞ്ഞ് പിടിച്ച് മകളെ ആദ്യം ജോയിൻ ചെയ്യിപ്പിച്ചു. ഓക്കെ,
അങ്ങനെ അവസാനം എന്ത് വെച്ചാൽ ഒന്ന് ചേർന്ന് നോക്കാം. ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഇത് നടക്കുമോ അവസാനം ഓക്കെ കോഴ്സിലേക്ക് വന്നു. ഇപ്പൊ ആളിപ്പം കോഴ്സ് വൻ പ്രൊമോട്ടറാണ്. ഭയങ്കര റിസൾട്ടാണ് നല്ല രീതിയിലാണ് സെയിം. സോ നമ്മുടെ ഇനി ആർക്കെങ്കിലും ഓഡിയൻസിന് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്? താങ്ക് യു സോ മച്ച് റസാഖ് സാർ ഫോർ ഷെയറിങ് യുവർ ഫീഡ്ബാക്സ്. ദിസ് ഇസ് റിയലി ഹാർട്ട് വാമിങ് നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ കേൾക്കുമ്പോൾ. ഞാൻ ഈ അടുത്ത് സാറിന്റെ ഒരു വീഡിയോ കണ്ടായിരുന്നു, 8 വർഷം മുമ്പിലുള്ള ഒരു വീഡിയോ. ആ അതില് സാറ് പറയുന്നുണ്ട് പെർഫെക്റ്റ് ആയിട്ട് ഒരു കാര്യം നടക്കാൻ പോണില്ല, ഒന്നും ചെയ്യാൻ പറഞ്ഞോളൂ. സാറാ പിന്നെ ആ വീഡിയോ സാറിന് ഓർമ്മ ഉണ്ടാവും, ഒരു പച്ച ടീഷർട്ടൊക്കെ ഇട്ടിട്ട്. അന്ന് സാർ ഒരു പെടിമീശൊക്കെ ആയിട്ട് ഒരു ചെക്കനായിട്ട് 8 വർഷം മുമ്പേ ഞാൻ കണ്ടത്. ഞാൻ ഇപ്പൊ ഒരു 2 ആഴ്ച മുമ്പേ ഞാൻ വീണ്ടും കണ്ടത്. അപ്പാണ് അന്ന് ഞാൻ കാണുമ്പോ ഞാനത് തള്ളിപ്പോയി. കാരണം സാറൊന്ന് വിചാരിക്കരുത്, ഒരു പൊടിപ്പീസുള്ള ഒരു ചെക്കൻ എന്താ വലിയ വായിൽ സംസാരിക്കുന്ന പറഞ്ഞിട്ട് ഞാൻ അത് സ്കിപ്പ് ചെയ്ത് വിടുക ചെയ്തത്. പക്ഷെ ഇപ്പൊ ഈ അടുത്ത് ഞാൻ കാണുമ്പോ അപ്പോഴാണ് എനിക്ക് സങ്കടം തോന്നിയത്. കാരണം അന്ന് ഞാനത് കണ്ടിരുന്നെങ്കിൽ ഞാൻ എത്രയോ മാറ്റം കുറെ മുമ്പ് തന്നെ എനിക്ക് ലൈഫ് സന്തോഷാക്കായിരുന്നു എന്നുള്ളൊരു തോന്നൽ വന്നേ. ആക്ച്വലി സാറ് പറയുന്നുണ്ട് പെർഫെക്റ്റ് ആയിട്ട് പിന്നെ ഒന്നും ചെയ്യാൻ നടക്കൂല, കാര്യങ്ങൾ നമ്മൾ ഇമ്പ്രൂവ് ആക്കാണ് വേണ്ടത് എന്ന് പറയുന്നു. ശരിയാണ്. അല്ല സി അന്ന് ഞാൻ പെർഫെക്റ്റ് അല്ല, അന്ന് പൊടിമീശക്കാർ അല്ലെങ്കിൽ പോരായ്മയുണ്ട്, സംഗതികളൊക്കെ ഉണ്ട്. നമ്മളങ്ങ് നമ്മളങ്ങ് ചെയ്യാ, പിന്നെ അങ്ങോട്ട് അതിന്റെ ശേഷം പല കാര്യങ്ങളും എനിക്ക് ചെയ്ത് പോസിറ്റീവ് ആക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് എന്റെ അടുത്ത് ഇപ്പൊ വർക്കൗട്ട് ചെയ്യാൻ കുറെ ടൂൾസ് എന്റെ അടുത്തുണ്ട്. പക്ഷെ അതിനൊന്നും ഞാൻ തൊടാറില്ലായിരുന്നു കുറെ കാലമായിട്ട്. പക്ഷെ അത് തുടങ്ങി. അതൊക്കെ നാളെ ചെയ്യാം, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം, ഈ ടെൻഷനൊക്കെ മാറട്ടെ, വിഷമം മാറട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ നീട്ടി പോയി. പക്ഷെ സാറിന്റെ അന്നത്തെ ആ ഒരു ക്ലാസ് അത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കണ്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് അത് ഫീൽ ചെയ്തു. അതിന്റെ ശേഷം ഞാൻ ഒരുപാട് എനിക്ക് പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ട്. വളരെ ഹാപ്പിയാണ് ഇപ്പോൾ. പൂർണ്ണമായിട്ട് ഇമ്പ്രൂവ് പറയാൻ പറ്റുന്നില്ല, എന്നാലും ഇപ്പൊ ഈ ടൂൾസ് ഒക്കെ കിട്ടിയതിന്റെ ശേഷം ഈ ടാപ്പ് ചെയ്ത് ഗ്രാറ്റിറ്റ്യൂഡും സെൽഫ് ലവും ഒക്കെ പ്രാക്ടീസ് ചെയ്തപ്പോ എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട്. തീർച്ചയായിട്ടും നല്ല ഒരു തന്നെയാണ്. ഹാപ്പിനെസ് ഉണ്ട് അല്ലേ? മോളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ എത്രത്തോളം മാറ്റം ഉണ്ടായി നിങ്ങൾ മാറിയപ്പോ? എങ്ങനെയാ? മോളുമായിട്ടുള്ള നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ്, ബന്ധം, ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. മോൾക്കും കുറെ മാറ്റം വന്നിട്ടുണ്ട്. വെരി ഗുഡ്. കാരണം ഇദ്ദേഹം ഇപ്പൊ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിന്റെ പേര് കാണാം, റിഷ റസാഖ് എന്നാണ്. അപ്പൊ റിഷ മോളാണ്. റസാഖ് സാറ് നമ്മുടെ പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ ആദ്യം മോളായിട്ടാണ് വന്നിരുന്നത്. അപ്പം മോളായിട്ട് വന്ന മോളുടെ കാര്യത്തിൽ ഭയങ്കര മോളിങ്ങനെ വിഷമിക്കുന്നു കാര്യങ്ങൾ. അപ്പൊ എന്തായിരുന്നു ആസ് എ പാരന്റ് നമുക്കൊക്കെ അധികം ആൾക്കാർക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടായോ? ഞാനായിരുന്നു മാറേണ്ടിയിരുന്നത്, എന്റെ മോൾക്ക് മാറ്റം ഉണ്ടാകാൻ അതൊരു വലിയൊരു ഹെൽപ്പ് ആകും എന്ന് തിരിച്ചറിവ് ഉണ്ടായോ? എന്താ തോന്നിയത്? എനിക്ക് തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട്. കാരണം അത് അസ്മമയമാണ് പിന്നെ ഈ ഇതിലേക്ക് കൊണ്ടുവന്നത്, EFT കൊണ്ടുവന്നത്. ഞാൻ നേരത്തെ ഈ ഫേസ്ബുക്കിൽ കണ്ടിട്ടാണ് ഇത്. മെഡിറ്റേഷൻ ഞാൻ നേരത്തെ അതിന്റെ ഒരു മാസം മുമ്പേ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ എനിക്ക് അസ്മമ എനിക്ക് പേഴ്സണലായിട്ട് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഇത് ചെയ്തു നോക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മോളെ കൊണ്ടുവന്നു. അതിന്റെ ശേഷം പിന്നെ അസ്മമ എന്നോട് പറഞ്ഞു നിങ്ങളും കൂടി ചെയ്താൽ അത് മോൾക്ക് കൂടുതൽ പോസിറ്റീവായിട്ട് എഫക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വന്നത്. അപ്പൊ ഇതിക്ക് ഒരുപാട് ഭയങ്കരമായ മാറ്റം വന്നു. എനിക്ക് ഒരുപാട് ട്രോമാസ് ഉണ്ട്. അപ്പൊ അതിലൊക്കെ അതൊക്കെ ഒരുപാട് ഹീൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക്. തീർച്ചയായും ഈ ഒരു ടൂൾസ് ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. വെരി ഗുഡ്. ഐ എം റിയലി ഹാപ്പി. അന്ന് ഈ പറഞ്ഞത് അന്ന് നമ്മുടെ കയ്യിൽ ഈ ടൂൾ ഉണ്ടായിരുന്നില്ല. ഈ ടൂൾ ഉണ്ടായിരുന്നില്ല അന്ന് നമ്മുടെ കയ്യിൽ. എന്താ പറയാ, 10ാം ക്ലാസ്സും ഗുസ്തി എന്ന് പറഞ്ഞ മാതിരി യെസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഞാനാണ് ഉണ്ടായിരുന്നത്. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള ഒരു അഗ്രഷൻ, അതിലുള്ള ഒരു സംഗതി ഒരുപാട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസിന്റെ ഫാൻസ് ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഞാൻ ആ വീഡിയോ എടുത്ത് കാണുമ്പോൾ എനിക്ക് അത്ര ഒരു തോന്നാറില്ല. അപ്പം പക്ഷെ എന്നാലും നല്ല പോയിന്റ്സ് ആണ് ഷെയർ ചെയ്തതെന്നുള്ളത് പോയിന്റ്സ് കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്. പക്ഷെ നമുക്കുണ്ടാവുക നമ്മുടെ പഴയ വീഡിയോസ് എടുത്ത് കാണുമ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് ചിന്തിക്കും ആ പഴയ വീഡിയോ ഒക്കെ എടുത്തിട്ടൊന്ന് റിയാക്ട് ചെയ്യണം. ഞാൻ തന്നെ റിയാക്ട് ചെയ്യുക, എന്നെ റിയാക്ട് ചെയ്യാൻ വേറെ ആരും വേണ്ട എന്നുള്ള രീതിയിൽ ഞാൻ ഒന്ന് റിയാക്ട് ചെയ്ത് നോക്കണം എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്, അതിൻ്റെ ഒരു ഫീലിങ്സ്. ബട്ട് ഇറ്റ് വാസ് എൻ ഇൻട്രസ്റ്റിംഗ് ജേണി. 10-15 വർഷത്തോളം ആകാനായി. അപ്പൊ അതിലും വലിയൊരു
സംഗതികളുണ്ട്. പാടില്ല, ചില ആൾക്കാർ പറയുന്നുണ്ട്, അപ്പൊ അതിലും പഴയ വീഡിയോ ഒക്കെ എടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറെ കാണാണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ദയവ് ചെയ്ത് കുത്തി പൊക്കരുത്. ഓക്കെ, എന്നെ വൈറലാക്കി എയറിലാക്കരുത്. ഓക്കെ, അപ്പം എന്തായാലും നിങ്ങൾ വളരെ സന്തോഷം ഇന്നത്തെ മെസ്സേജ് ഷെയർ ചെയ്തതിൽ. ഇനി ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? സജന മാമിനോട് ക്വസ്റ്റ്യൻസ് ഉണ്ടോ? എനി ക്വസ്റ്റ്യൻസ്? ബസ്സിലെ ഒരുപാട് സംശയം ഒരുപാട് സംശയങ്ങളാണ് സജ്ന മാം പറഞ്ഞ പോലെ. ഇതിലേക്ക് വന്നാൽ ഇത്രയും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവോ? നമ്മളെല്ലാം തികഞ്ഞവരല്ല, പക്ഷെ ഒരുപാട് ബാക്കിൽ ഒരുപാട് മാജിക് ഉണ്ടെന്ന് മനസ്സിലായി. തീർച്ചയായിട്ടും ലെഫ്റ്റിലേക്ക് വരാൻ തന്നെയാണ് തീരുമാനം. വെരി ഗുഡ്, വെരി ഗുഡ്, റൈറ്റ് ഡിസിഷൻ. കൺഗ്രാറ്റുലേഷൻ. ദിസ് ഈസ് വാട്ട് വി ആർ. നമ്മൾ ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ആ ഒരു ഇതിന്റെ ഒരു മെസ്സേജ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. സി ദർ ഈസ് എ മിഷൻ. ഇപ്പോൾ ഞാൻ ഇന്നിവിടെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുമ്പോൾ ഇവിടെ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്ന വലിയ ടീം മെമ്പേഴ്സ് ഉണ്ട്. അവിടെ അതിന്റെ ലീഡറായിട്ട് നിൽക്കുന്ന സുരേൻ എന്ന് പറഞ്ഞിട്ടുള്ള ആള് പറഞ്ഞൊരു മെസ്സേജ് ഉണ്ട് ഈ പ്രോഗ്രാം ഇവന്റ് ഓർഗനൈസ് ചെയ്തിട്ടുള്ള. അപ്പം അദ്ദേഹം വേൾഡിലുള്ള സ്പീക്കേഴ്സിന് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ട് നളന്ദ യൂണിവേഴ്സിറ്റി ഒക്കെ പണ്ടത്തെ ഒരു സംഗതികളുണ്ട്, ഇന്ത്യക്ക് ഒരു ചരിത്രമുണ്ട്. അപ്പം അവരുടെ ഒരു മിഷനുണ്ട്. ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചിട്ട് ഇന്ത്യയിലേക്ക് പേഴ്സണൽ ഡെവലപ്മെന്റ് മേഖലയുടെ ഏറ്റവും വലിയ ലോകത്തിലെ നമ്പർ 1 ഹബ്ബാക്കിയിട്ട് ഇന്ത്യയെ മാറ്റുക എന്നുള്ളതാണ് അവരുടെ വിഷൻ. അപ്പോൾ അതിന്റെ ഭാഗമാക്കിക്കൊണ്ട് അതിപ്പോൾ പലപ്പോഴും സിംഗപ്പൂരും പല സ്ഥലങ്ങളൊക്കെയാണ്. അത് മാറ്റി USA ആൻഡ് സിംഗപ്പൂർ ഇതൊക്കെയാണ് കൂടുതലുള്ളത്. അതിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള വലിയൊരു മിഷനുണ്ട്. ഇന്ത്യയിൽ വന്നിട്ട് പഠിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഡീപ്പ് നോളജാണ്. എന്ത് പഠിക്കുകയാണെങ്കിലും ഡീപ്പായിട്ട് പഠിക്കും. സ്പിരിച്വാലിറ്റി കൂടുതലുണ്ട്. കാരണം പണ്ട് കാലങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിവുകൾ തേടാൻ വന്നിരുന്നത് ഇന്ത്യ രാജ്യത്തായിരുന്നു. ഇന്ത്യ രാജ്യത്തിന് ഇനി വലിയ പോസിബിലിറ്റിയാണ്. അപ്പോൾ ആ ഒരു വിഷൻ കണ്ടുകൊണ്ട് നിരന്തരം പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. നമുക്കൊരു വിഷനുണ്ട്. നമ്മുടെ വിഷൻ എന്ന് പറയുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ വിഷൻ എന്ന് പറയുന്നത് എൻഡ് ഹ്യൂമൻ സഫറിങ്സ് എന്നുള്ളതാണ്. മനുഷ്യ അനുഭവിക്കുന്ന വേദനകളെ നമ്മൾ എന്ത് ചെയ്യുക, അത് അവസാനിപ്പിച്ചു കൊടുക്കുക, അവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പം അതിലേക്കാണ് ഇന്നിപ്പം സജന മാം കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. താങ്ക് യു സോ മച്ച് മാം. അതിൽ ഈ ഒരു സെഷനിലൂടെ നിങ്ങൾ ഓരോരുത്തർ ഗസ്റ്റായിട്ട് വന്നിട്ട് ഓരോന്ന് ഷെയർ ചെയ്യുമ്പോൾ ഇപ്പം എന്ന് പറഞ്ഞില്ലേ, ഇന്നിവിടെ എന്താണ് അയന മാം അവരെന്ന് വെച്ചാൽ ജോയിൻ ചെയ്യാനുള്ള ഒരു ഇത് കേൾക്കുമ്പോൾ എന്തോ ഉണ്ട് എന്നുള്ള ആ ഒരു സംഗതി ഉണ്ട്, അതിലേക്ക് കേൾക്കാനും ജോയിൻ ചെയ്യാനും. സോ ഈ ഒരു ജേണി ഞങ്ങൾ തുടരുന്നത് പലപ്പോഴും പല ദിവസങ്ങളിൽ ഇന്നലെ ഇപ്പം ഈ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞിട്ട് അതിന്റെ ഇന്റൻസിറ്റി ബാധിച്ചിട്ട് 4 മണിക്കാണ് ഉറങ്ങുന്നത്. പക്ഷേ നമ്മുടെ പ്രോഗ്രാമിലേക്ക് എണീറ്റിട്ട് സംഗതികൾ ഈ ഒരു മോർണിംഗ് സെഷനിലേക്ക് വരുന്നതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മുടങ്ങരുത്, ഇത് ഷെയർ ചെയ്യണം, ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ജെനുവിൻ ആയിട്ടുള്ള റീസൺ കൊണ്ടാണ്. സോ നിങ്ങൾ തീർച്ചയായിട്ടും കൂടെ ഉണ്ടാവണം, നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ഈ കമ്മ്യൂണിറ്റി ഞാൻ കണ്ട കുറേ വിഷനുണ്ട് എൻ്റെ മനസ്സിൽ. ഇതൊക്കെ ഒന്നും എനിക്കിപ്പോൾ എടുത്ത് പറയാൻ പറ്റില്ല. എൻ്റെ മനസ്സിൽ വരുന്ന ഐഡിയാസ് ഉണ്ട്. ഇന്നലെ ഇവിടെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തപ്പോൾ കിട്ടുന്ന ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ട്. ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യണം, ഒരുപാട് പേരിലേക്ക് എത്തിക്കണം, നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ആ സപ്പോർട്ടാണ് ഇന്നിപ്പം റിസാഖ് സാറ് കാണിച്ചു തരുന്ന, അല്ലെങ്കിൽ നിങ്ങൾ കൂടെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ എല്ലാ ദിവസവും പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന. നസ്രീനൊക്കെ നമ്മുടെ ഫാമിലി മെമ്പറാണ്. സുജീറ നല്ല എന്താ പറയുക ഡെഡിക്കേറ്റഡ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സുബേദ മാം നമുക്ക് അവിടെ ഉണ്ട്, നമുക്കറിയാം. അങ്ങനെ ഒരുപാട് പേരുണ്ട് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. നിങ്ങളൊക്കെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക, തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ട് പോകാം. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് നമുക്ക് എത്താൻ സാധിക്കട്ടെ. സോ താങ്ക് യു സോ മച്ച് സുജന മാം ഫോർ ജോയിനിങ് ടുഡേ സെഷൻ. വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള എനിക്ക് തന്നെ മോട്ടിവേറ്റഡ് ആയി. സത്യം പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചില സ്റ്റോറീസ് കേൾക്കുമ്പോൾ എന്ന് വെച്ചാൽ ഞാനൊന്നും ഇത്രയൊന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് എനിക്ക് തോന്നിപ്പോ. നമുക്ക് വേറെ കുറേ മോട്ടിവേഷൻ ഉള്ളതുകൊണ്ടായിരിക്കാം, വേറെ കുറേ കമ്മിറ്റ്മെന്റ് ഉള്ളതുകൊണ്ടായിരിക്കും. പക്ഷെ ദ വേ യു ആർ ഡൂയിങ് ഇറ്റ്, നിങ്ങൾ ചെയ്യുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. സോ അത് നിങ്ങളുടെ ഓരോ സ്റ്റുഡൻസും വന്നിട്ട് ഇത് ചെയ്തിട്ട് റിസൾട്ട് കിട്ടുമ്പം നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ്. ഓക്കെ, ഞങ്ങൾ ഇനി കൂടുതൽ പണിയെടുക്കണം, കൂടുതൽ ആൾക്കാരെ മാറ്റണം, ഇത് നിർത്താൻ പറ്റില്ല. അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഇൻസ്പിറേഷൻ നിങ്ങളൊക്കെ നൽകുന്നുണ്ട്. സോ താങ്ക് യു വൺസ് അഗെയിൻ ഫോർ കമ്മിങ് ആൻഡ് ഷെയറിങ്. അനുഭവം വരുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നുള്ള ചിന്താഗതി ഉണ്ടാകുന്നത്. എന്റെ പേര് അയാനല്ല, സംശീറയാണ്. നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ട് ഫർസ ഹോട്ടലിൽ നിന്ന്. സാറിന് ഓർമ്മ ഉണ്ടായിരുന്നു വിചാരിക്കുന്നു. മാമിന്റെ കെയറോഫിൽ വന്നതാണ്. ഓക്കെ, വെരി ഗുഡ്. നിങ്ങൾ നിലവില് മറ്റേ ഇവിടെ ടോക്കൺ ഫോഴ്സ് ചെയ്യുന്ന നിങ്ങളാണോ? മഞ്ചേരിയിൽ വെച്ച് മീറ്റ് ചെയ്തല്ലോ? ഓക്കെ. മഞ്ചേരിയിൽ വെച്ച് മീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അവിടെ ഈ ബിസിനസ് ചെയ്യുന്നത് നിങ്ങളുടെതാണോ? ടോക്കൺ ഫോഴ്സ് നിങ്ങളുടെയാണോ? അതെ.
ആ ഓക്കെ 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 വെരി ഗുഡ്. ഓക്കെ ശരി, അന്ന് നമ്മൾ ഇതിനു മുമ്പ് ഒരു മോർണിംഗ് സെഷനിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, അതെ അതെ തീർച്ചയായിട്ടും സന്തോഷം കണ്ടതിലും ഇവിടെ വന്നതിലും ഷെയർ ചെയ്തതിലും. ഇനിയും ഉയരങ്ങളിലേക്ക് പോകട്ടെ. അടുത്ത ബാച്ചിൽ എന്തായാലും പ്രോഗ്രാമിലേക്ക് വരും കേട്ടോ. ആ ബാക്ക് പെയിൻ എന്തോ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? ബുദ്ധിമുട്ടുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് വരണം. കാരണം ഇതിന്റെ ബാക്കിൽ ഒരുപാട് മാജിക് ഉണ്ടെന്ന് ഓരോ ഫീഡ്ബാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. Yeah. അത് വന്ന് ഡെയിലി experience ചെയ്യാൻ നമ്മൾ പറ്റും. ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ടാണ്. ഡെയിലി നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നില്ല എങ്കിൽ എനിക്ക് തോന്നുന്നു ഇതിലേക്ക് വരാൻ തോന്നില്ല. നമ്മുടെ മൈൻഡ് വേറെ എങ്ങോട്ടെങ്കിലും പോകും. പക്ഷെ Yeah. എനിക്ക് തോന്നുന്നു നമുക്ക് വരുന്നൊരു മാറ്റം മറ്റുള്ളവരിലേക്കും അറിയിക്കണം എന്നുള്ള ഒരു എന്താ പറയാ, എനിക്ക് അങ്ങനെ ഒരു നിങ്ങൾ എന്തായാലും താല്പര്യം. ടീമിലേക്ക് വരൂ. ഇത് നമ്മൾ ബിൽഡ് ചെയ്യുന്ന ഒരു ടീമും തീർച്ചയായിട്ടും കൂടിയാണ് കേട്ടോ. ദിസ് ഇസ് എ ഫാമിലി വി ആർ ബിൽഡിങ്. നമ്മൾ ബിൽഡ് ചെയ്യുന്നത് ഒരു എന്താ വെച്ചാൽ ഒരു ഫാമിലിയാണ്. കാരണം ഈ ഒരു ഇപ്പം സജന മാം ആയിക്കോട്ടെ, സുബേദ മാം ആയിക്കോട്ടെ, നമ്മുടെ സ്ട്രോങ് പില്ലേഴ്സ് ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. നസ്രീൻ, സജീറ, അതേപോലെ തന്നെ ബുഷൈന, സുവൈന, ഇങ്ങനെ നമ്മുടെ വെറും നമ്മുടെ പാർട്ടിസിപ്പൻസ് ആയിട്ട് വന്നിട്ട് സ്ഥിരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് ഇരിക്കുക, ഇത് ലേൺ ചെയ്യുക, ഇത് തന്നെ വലിയ സപ്പോർട്ട്. ജോസഫ് സാർ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇപ്പൊ അശ്വതി, ലോട്ട് ഓഫ് പീപ്പിൾ ആണ്. അപ്പൊ നിങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പില്ലേഴ്സ് ആണ്. ഡെയിലി അറ്റൻഡ് ചെയ്യുന്ന നിങ്ങളെല്ലാവരും ഇതിന്റെ പില്ലേഴ്സ് ആണ്. നിങ്ങളാണിത് നമ്മളെ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും ലൈക്ക് ഷംസീറ മാം, നിങ്ങളും വരിക, പ്രോഗ്രാമിലേക്ക് വരിക, വന്നിട്ട് എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക, നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുക. നിങ്ങൾക്കൊക്കെ ഒരുപാട് പേരെ ഇൻസ്പയർ ചെയ്യിപ്പിക്കാൻ പറ്റും. ജെബിൻ ലോട്ട് ഓഫ് പീപ്പിൾ, ആരെയും ഞാൻ മിസ്സാക്കുന്നില്ല. സുധീർ സാർ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. എല്ലാവരും വരിക കേട്ടോ. അതേപോലെ രൂപേഷ് സാർ, ലോട്ട് ഓഫ് പീപ്പിൾ, റിയ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പം എന്തായാലും എല്ലാവരും എന്ത് ചെയ്യുക, ഇനിയും തുടരുക, സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീക്കിൽ നമുക്ക് വീണ്ടും വരാം. സജന മാം, ഫൈനലായിട്ട് എന്തെങ്കിലും പറയണമെങ്കിൽ പറയാം, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പറഞ്ഞോളൂ, എന്ത് മെസ്സേജ് ആണ് പറയാനുള്ളത്? നമ്മുടെ ശരീരത്തിന് അസുഖം വരുമ്പോൾ നമ്മള് ഡോക്ടറെ അടുത്ത് പോകും. നമ്മുടെ മനസ്സിന് വേണ്ടി നമ്മൾ ഒരു ഡോക്ടറെ അടുത്തും പോകുന്നില്ല. അതല്ലെങ്കിൽ അതങ്ങനെ പോകുന്നത് തന്നെ വളരെ എന്തോ മോശമായിട്ടാണ് നമ്മൾ കരുതുന്നത്. അപ്പൊ തീർച്ചയായും ഇങ്ങനെ ഒരു ടൂൾ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് മനസ്സിന് സ്വസ്ഥമായിട്ട് നമുക്ക് ജീവിച്ചു പോകാം എന്നാണ് ഞാൻ പറയുന്നത്. പ്രശ്നങ്ങൾ വരില്ല എന്നല്ല, പ്രതിസന്ധികൾ വരും. പക്ഷെ നമുക്കത് വേണ്ട രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നൊരു ഉറച്ച വിശ്വാസമുണ്ട് ഈ ഒരു ടൂൾ കയ്യിലുള്ളത് കൊണ്ട് തന്നെ. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എല്ലാവരും ജോയിൻ ചെയ്യുക. താങ്ക് യു. അശ്വതി മാം വരിക, ഒന്നും നോക്കാനില്ല. ഈ ഒരു നെക്സ്റ്റ് ബാച്ചിലേക്ക് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. സജീറയ്ക്ക് എന്താ പറയാനുള്ളത്? ഈ ഒരു കോഴ്സിനെ പറ്റി ഇതിലേക്ക് വരാനുള്ളത് എന്താ പറയാനുള്ളത്? What do you want to share? എല്ലാവരും വരണം. കാരണം ഒരുപാട് ചേഞ്ചസ് എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്, ഇന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എനിക്കൊരു വലിയൊരു കാര്യം പറയാനുണ്ടതായിട്ടില്ല, ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യും ഞാൻ. അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, കാരണം അതൊരു അഫർമേഷൻ ഞാൻ ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ റിസൾട്ട് വക്കിലെത്തിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഞാനത് ഇവിടെ ഷെയർ ചെയ്യും. അത് എനിക്ക് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ലൈഫാണ് എനിക്ക് തിരിച്ചു കിട്ടിയിട്ടുള്ളത്. 100% ഷുവറാണ് അത്. അതിലൊരു മാറ്റവും ഇല്ല. എല്ലാവരും വരണം, എല്ലാവരും പങ്കെടുക്കണം. കാരണം ഞാൻ ആദ്യം കണ്ട ആളെ അല്ല. കാരണം സാർ അന്ന് വീഡിയോ ചെയ്തപ്പോ ഞാൻ അതിപ്പോ കാണുമ്പോ എനിക്ക് വല്ലാത്ത ചമ്മലാണ്. കാരണം ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു ലൈഫേ അല്ല എന്റെ ലൈഫില്. എനിക്ക് എന്റെ എല്ലാ ലൈഫും തിരിച്ചു കിട്ടിയിട്ടുണ്ട്. നഷ്ടപ്പെട്ട ഒരു ഭാഗത്തു നിന്നാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. വെരി ഗുഡ്. ഐ ആം റിയലി ഹാപ്പി. ഒരുപാട് താങ്ക്സ് ഉണ്ട്. തീർച്ചയായിട്ടും പുതിയൊരു വീഡിയോ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇൻഷാല്ലാ. ഓൾറൈറ്റ്, താങ്ക് യു സോ മച്ച്. നസ്രീൻ, what do you want to share? എന്താ പറയാനുള്ളത്? നസ്രീൻ എന്താ പറയാനുള്ളത്? ഇവരൊക്കെ പ്രായം കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട്. ഈ സജീറ ആണെങ്കിലും സജിന ആണെങ്കിലും ഒക്കെ ഞങ്ങളിപ്പോ ഗ്രൂപ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവർക്കൊക്കെ 20 വയസ്സായ നമ്മളൊക്കെയാണ് വയസ്സത്തിയാളായി പോയതെന്ന്. സജീറന്റെ ആണെങ്കിലും സജിന ആണെങ്കിലും. പിന്നെ അതുപോലെ സാറ് പറയുന്ന ഒരു കാര്യം തിരുത്താനുണ്ട്. EFT ഇമോഷൻസ് മാത്രല്ല, നമ്മുടെ മെമ്മറീസ് പോകുന്നുണ്ട്. നമുക്ക് കുറെ കാര്യങ്ങൾ ഇവര് പറഞ്ഞ പോലെ തന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമാണ് ഈ പ്രശ്നം. കുറെ മറന്നു പോകും, കുറെ കാര്യങ്ങൾ മറന്നു പോവുക. അപ്പൊ ഞാൻ വിചാരിച്ചു പഠിത്തം ഇതൊക്കെ മറന്നു പോയി, ഇനി വേറെ എന്തെങ്കിലുമൊക്കെ മറന്നു പോകുന്നുള്ള പേടിയായിരുന്നു. നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോ മുന്നത്തെ കാര്യം കണ്ട് എടുത്ത് കൊണ്ടുവന്നിട്ട് എന്തേ പന്നുണ്ടായത് ഞാനിനി ആലോചിക്കുക. അപ്പൊ ആ ഫ്ലോ അങ്ങ് പോകും. അപ്പൊ ആ പ്രശ്നം അവിടെ സോൾവ് ആവുക. അപ്പൊ ശരിക്കും ആ കുപ്പിന്റെ മൂടി വന്ന് മൂടി മാത്രല്ല, കുപ്പി അടക്കം കുറച്ച് കൊണ്ടുപോകുന്നുണ്ട് എന്നാണ് പറയേണ്ടത്. ഇമോഷൻസും പോണുണ്ട്. സാറാ കുപ്പിന്റെ മൂടിയല്ലേ എടുക്കണുള്ളൂ, പക്ഷെ മൂടിയല്ല. ഞങ്ങൾക്കൊക്കെ അങ്ങനെ ഫീൽ ചെയ്യുന്നു. ഒരുപാട് പേർക്ക് അങ്ങനെ ഉണ്ട്. ഞങ്ങൾ ചോദിക്കുമ്പോ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് കാര്യങ്ങള്. പിന്നെ പിന്നെ കുറെ പേരെ കളിയാക്കും മോർണിംഗ് ക്ലാസ്സിൽ വന്നിരുന്ന് എന്താ പറയാ കീഴിൽ പോയിരിക്കാനൊക്കെ.
എന്താ പറഞ്ഞോളൂ. കൊറേ പേര് ഞങ്ങൾ ഗ്രൂപ്പിൽ തന്നെ കളിയാക്കും. ഞാൻ മോർണിംഗ് ക്ലാസ്സിൽ വന്നിരുന്ന് കിളി പോയി എന്ന്. ശരിക്കും ഇടക്കൊക്കെ കിളി പോവും, ഇടക്കൊക്കെ കിളി വരും. മീൻസ് പല കാര്യങ്ങളും നമ്മളുടെ ഈ മാജിക്കും ലോജിക്കും തമ്മിലുള്ളൊരു എന്താ പറയാ ഒരു യുദ്ധമാണ് പിന്നെ ബ്രെയിനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കുറച്ച് ചിലതൊക്കെ മനസ്സിലാവും, ചിലത് മനസ്സിലാവില്ല, മനസ്സിലാവാത്ത അങ്ങ് വിടും. അങ്ങനെയാണ്. അപ്പൊ എല്ലാരും മോർണിംഗ് ക്ലാസ്സിലൊക്കെ വരിക, നല്ല അടിപൊളി കാര്യങ്ങൾ ഇവിടുന്ന് കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. Alright. Thank you, Nasreen. Subeda ma'am, how things are going there? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? നമ്മുടെ പ്രോഗ്രാമിന് ശേഷം അടിപൊളിയാണോ? എന്താ അവസ്ഥ? ഓഫ്ലൈൻ പ്രോഗ്രാമിലൊക്കെ വന്ന ആളാണ്. സുബേദ മാം ഇവിടെ ഉണ്ടോ? ഓക്കെ. സാർ ഞാൻ അടുക്കളയിലാണ്. ഓക്കെ, ശരി മാം, കുഴപ്പമില്ല. അന്നത്തെ പ്രോഗ്രാമിന്റെ ഹാങ് ഓവറിലാണ്. അത് ഞാൻ എന്നെ വിളിച്ചിരുന്നു. ഞാൻ അടുത്ത ആഴ്ചയ്ക്ക് നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ആഴ്ച നമുക്ക് സുബേദ മാമിനെ നമുക്ക് കിട്ടും. അടിപൊളി കിട്ടില്ല സെഷനായിരിക്കും. ഒരാളും മിസ്സാക്കരുത്. ഒന്നൊന്നര സെഷനായിരിക്കും. അപ്പൊ അതെന്ത് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. കാരണം നമ്മുടെ ഓഫ്ലൈൻ പ്രോഗ്രാമിനും കൂടി വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അവിടെ. അപ്പൊ അതൊക്കെ ഷെയർ ചെയ്യേണ്ട. മിറക്കിൾസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ സംഗതികളാണ്. മാം അതങ്ങ് ഷെയർ ചെയ്യാം. അന്നാടെ പ്രോഗ്രാമിന് വന്നിട്ട് ഒരു കുറച്ച് നേരം സംസാരിച്ചിട്ട് മാം ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും കേൾക്കേണ്ടതാണ്. ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആണ്. എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീക്കിൽ നമുക്ക് കാണാം. സോ ഇത്രയും പറഞ്ഞു. ഗുഡ് മോർണിംഗ്, ജെബിൻ ആണ് സാറേ. ഗുഡ് മോർണിംഗ്, ജെബിൻ ആണ്. ഞാനിവിടെ കുറച്ചിട്ടാണ് അവന്റെ വീഡിയോ വരാത്തിന്റെ ഒരു ബുദ്ധിമുട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. സജന മാഡം ശരിക്കും പറഞ്ഞുണ്ടല്ലോ, നമ്മുടെ ഗ്രൂപ്പിനകത്തിലെ ഒരു പുലിയാണ് ആള്. അങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കായിരുന്നു ആദ്യം. ഇപ്പൊ തൃശ്ശൂരിൽ നിന്ന് പെട്ടച്ചിട്ട് കോഴിക്കോട് വഴി നേരെ സൗദി ഇരിക്കുന്ന എന്നെ പോലെ അതിശയിപ്പിച്ചു കളഞ്ഞു. ഓക്കെ, എനിക്ക് ഫുൾ ആദ്യത്തെ ഒന്നും കേൾക്കാൻ പറ്റിയില്ല. സജന മാഡം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിനകത്തിൽ ഒരുപാട് ആൾക്കാർക്ക് ഭയങ്കര മോട്ടിവേഷൻ ആണ്. നമ്മൾ ആദ്യം ഇരിക്കുന്ന ഒരാളെ അല്ല, ഭയങ്കര വ്യത്യാസമാണ്. അപ്പം ഇതൊന്നും അല്ല ആള്, അതിനേക്കാളും ഭയങ്കര കപ്പാസിറ്റി ഉള്ള ആളാണ്. അപ്പൊ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ഗ്രൂപ്പിനകത്തിലെ പല കാര്യങ്ങൾക്കും ആളാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ചിലപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഓരോ ആൾക്കാർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ സജന മാഡമാണ് പറഞ്ഞു തരുന്നത്. അതുപോലെ നസ്റിനും ഒക്കെ. അപ്പൊ നല്ലൊരു സാറ് അതുപോലെ തന്നെ ഒരു ഡൗട്ട് ചോദിച്ചോളൂ സാർ, എങ്ങനെ ഉണ്ടായിരുന്നു ഓഫ്ലൈൻ ക്ലാസ്? എങ്ങനെ ഉണ്ടായിരുന്നു? എന്നോട് ചോദിക്കണ്ട, നമ്മുടെ സ്റ്റുഡൻസിനോട് അങ്ങ് ചോദിച്ചാൽ മതി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ്ലൈൻ ക്ലാസ് കിഡിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല രീതിയിലേക്ക് എന്താ വെച്ചാൽ ഇവർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടി. ഓഫ്ലൈൻ ക്ലാസ് ഇനി എന്താണ് അതുപോലെ ഒരു ക്ലാസ് എന്താണ് ഉള്ളതെന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. നമുക്ക് അഡ്വാൻസ് പ്രോഗ്രാം വരുന്നുണ്ട്. ഓഫ്ലൈനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡീപ്പർ ലെവലിൽ പോകാം. അത് ഏപ്രിൽ മാസത്തിൽ വരുന്നുണ്ട്. അഡ്വാൻസ് ആരെങ്കിലും ചെയ്യാൻ നിൽക്കുന്നുണ്ടെങ്കിൽ മടിച്ചു നിൽക്കരുത്. അഡ്വാൻസ് പ്രോഗ്രാം വരുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ടീം മെമ്പേഴ്സിന്റെ അടുത്തുണ്ട്. ജോയിൻ ചെയ്യുക. അതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻസ് പ്രോഗ്രാമിൽ ഇപ്പൊ തന്നെ ബുക്ക് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് അതിന്റെ ഒരു ഏർലി ബേർഡ് ഓഫറൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ വന്നിട്ട് എന്താ വെച്ചാൽ നമ്മൾ ഹീൽ ചെയ്യുന്നത് ഇപ്പം ചെറുപ്പകാലത്തുള്ളതല്ല, ഇത് ജനിക്കുന്നതിന് മുൻപുള്ള വോംബ് തെറാപ്പി എന്ന് പറയുന്ന സംഗതിയുണ്ട്. ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ അമ്മ അനുഭവിക്കുന്ന ട്രോമാസൊക്കെ കുട്ടിയെ ബാധിക്കും. അങ്ങനെ സംഗതികളുണ്ട്. സിസേറിയൻ പ്രസവമായിരുന്നെങ്കിൽ അത് ഉണ്ടാക്കുന്ന കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അത് കുട്ടിയുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കും. അങ്ങനെയുള്ള ചില കേസിലുണ്ട്, എല്ലാ കേസിലും നല്ല, അതുകൊണ്ട് പേടിക്കണ്ട. അപ്പോൾ അതിൻ്റെയൊക്കെ കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സംഗതികൾ ക്ലിയർ ചെയ്യുന്നത്. പിന്നെ ഇതിന് പുറമെ തന്നെ നമ്മളൊരു ടൈം ട്രാവൽ തെറാപ്പി ഉണ്ട്. നമ്മൾ ശരിക്കും പാസ്റ്റിലേക്ക് ശരിക്കും നമ്മൾ നിങ്ങളെ കൊണ്ടുപോയിട്ട് ഈ FTയിലെ ഈ ടൂളുകളൊന്നും അല്ല ഉപയോഗിക്കുന്നത്. മെട്രിക്സ് റീഇംപ്രിന്റിംഗ് എന്ന് പറയുന്നൊരു ടൂളാണ്. ആ ടൂൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചുറ്റും ഒരു മെട്രിക്സ് ഉണ്ട്. മെട്രിക്സ് എന്ന് പറയുന്ന ഒരു വലയമുണ്ട്. ആ വലയം എന്ന് പറയുന്ന ആ വലയത്തിനുള്ളിൽ, അതാണ് ഈ ഒരു ലോകം ചുറ്റിൽ കാണുന്നത്. ഇതിൽ ഓരോ ആ വലയത്തിൽ അല്ലെങ്കിൽ ആ ഒരു അന്തരീക്ഷത്തിൽ അതൊരു ഇമാജിനറി എന്നല്ല, യൂണിവേഴ്സിലുള്ള ഒരു എനർജി ലെവലിലുള്ള കിടക്കുന്ന സംഗതിയാണ്, ഫീൽഡാണ്, ഒരു എനർജി ഫീൽഡാണ്. ആ എനർജി ഫീൽഡിൽ നമ്മളുടെ ഓരോ പിക്ചേഴ്സ് ഉണ്ട്. ആ പിക്ചേഴ്സ് ആണ് നമ്മുടെ എന്ന് വെച്ചാൽ റിയാലിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടെന്ന് പറയുന്ന സാധനം ശരിക്കും എനർജി ഫീൽഡിലാണ് ഉള്ളത്. അതിനെ നമ്മൾ എന്താ വെച്ചാൽ ലിറ്ററലി നമ്മൾ എടുത്തിട്ട് എന്താ വെച്ചാൽ എനർജി ഫീൽഡിൽ റീപ്ലേസ് ചെയ്ത് റീപ്രോഗ്രാം ചെയ്യുന്ന ഡീപ്പർ ലെവൽ മെത്തേഡാണ്. അത് പഠിച്ച ആൾക്കാർ കുറച്ച് വലിയ ട്രോമാസ് പെട്ടെന്ന് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും പിന്നെ നോർമൽ EFT ടാപ്പിംഗ് അല്ല ഉപയോഗിക്കുക. മെട്രിക്സ് റീഇംപ്രിന്റിംഗ് എന്ന് പറയുന്ന ടാപ്പാണ്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ശരിക്കും ലിറ്ററലി നമ്മളെന്ന് പറയുന്ന ആളുടെ സെൽഫ് ഇമേജ് ചേഞ്ച് ആക്കാൻ പറ്റും, മൈൻഡ് റീപ്രോഗ്രാമിംഗ് നടത്താൻ പറ്റും, ഇമോഷണൽ ബ്ലോക്സ് റിമൂവ് ആകും. നമ്മൾ അതിൽ നിന്ന് ആ ചൈൽഡ്ഹുഡിൽ അനുഭവിച്ച ട്രോമ ക്ലിയർ ചെയ്ത് അതിനെ റീഇംപ്രിന്റ് ചെയ്തിട്ട് പുതിയൊരാളായിട്ട് തിരിച്ചു വരും.
സോ ആ മെമ്മറി സാറേ കംപ്ലീറ്റ് അത് ഓഫ്ലൈൻ ആണോ സാറേ അത് അത് ഓഫ്ലൈനാണ്. അത് ഓൺലൈനിൽ നമ്മൾ നടത്തില്ല. കാരണം അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചുകൂടെ എന്താ വെച്ചാൽ ഓഫ്ലൈനിൽ തന്നെ അനുഭവിക്കേണ്ട സാധനമാണ്. അതിന് 3 ദിവസം അങ്ങോട്ട് വന്നിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1, 2, 3 ദിവസം, ഈ 3 ദിവസം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ ആകെ അങ്ങ് വേറൊരാളായിട്ട് അങ്ങ് മാറും. നിങ്ങൾക്ക് പിന്നീട് അഡിക്ഷൻസോ സംഗതികളോ കാര്യങ്ങളോ ഒന്നുമില്ല. യു ആർ ഇൻ എ ബ്ലിസ്. വേറൊരു സ്റ്റേറ്റിലാണ്, സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക്. ബ്ലിസ് എന്ന് പറയുന്ന സ്റ്റേറ്റ് ഉണ്ട്, ഫ്ലോ എന്നൊക്കെ പറയും. നമുക്കെല്ലാം നടക്കും, എല്ലാം നമ്മുടെ ഒരു കൺട്രോൾ ഉണ്ടാവും. ഒരു ഗോൾലെസ് ഗോൾ എന്ന് പറയുന്ന സ്റ്റേജ് ഉണ്ട്. എഫേർട്ട്ലെസ് എഫേർട്ട് എന്ന് പറയുന്ന സ്റ്റേജ് ഉണ്ട്. എഫേർട്ട് എടുക്കാതെ എഫേർട്ട് എടുത്തതിൻ്റെ റിസൾട്ട് കിട്ടും. ഗോളൊന്നും നമ്മൾക്ക് എന്താ വെച്ചാൽ പിന്നെ എഴുതി വെക്കേണ്ട ഗോളല്ല, അത് നമ്മുടെ ഉള്ളിൽ നമ്മൾ തോട്ട് കൊടുക്കുന്നതിനനുസരിച്ച് ഗോളുകൾ അച്ചീവ് ചെയ്യുന്നൊരു സ്റ്റേജാണ്. അപ്പം അതൊരു ഭയങ്കര സംഭവമാണ്. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും. അതും കൂടെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ദെൻ പിന്നീട് നിങ്ങൾക്ക് എന്താ വെച്ചാൽ ബിഗ്ഗർ ഗോളിലേക്കും ബിഗ്ഗർ ലക്ഷ്യത്തിലേക്കും ബിഗ്ഗർ ട്രാൻസ്ഫോർമേഷനിലേക്കും നിങ്ങൾ ഒരുങ്ങാണ്. അതാണ് അതിൻ്റെ ഒരു സംഗതി. ഓക്കെ, ഇതെന്താ വെച്ചാൽ ബേസിക് നമ്മളിപ്പോൾ പഠിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ ഏത് പ്രോബ്ലം വന്നാലും ടാപ്പ് ചെയ്ത് കളയാം അല്ലേ. പക്ഷെ ഇതിലേറെ ഫാസ്റ്റ് ആയിട്ട്, ഇതിലേറെ ബെറ്റർ ആയിട്ട് ആ സാധനം ഇപ്പോൾ പറഞ്ഞില്ലേ, ലൈക്ക് മെമ്മറി കട്ടായി പോകുന്നതെന്നൊക്കെ പറഞ്ഞല്ലോ, അത് അവിടെ അങ്ങനെ കട്ടായി പോകുക തീരുകയല്ലേ ചെയ്യുന്നത്. എന്നാൽ ഇവിടെ നമ്മളെന്ന് വെച്ചാൽ വേറൊരു സാധനം കൂടെ ക്രിയേറ്റും കൂടെ ചെയ്യും. നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു പുതിയ അത് അനുഭവിച്ചു. ഇപ്പോൾ ട്രോമ അനുഭവിച്ചു, ആ ട്രോമ അനുഭവിച്ചത് നമ്മൾ ടാപ്പ് ചെയ്തിട്ട് ഇങ്ങോട്ട് പോരുകയാണ് ചെയ്യുന്നത്. അത് ക്ലിയർ ചെയ്തിട്ട് പോകുന്നു, അത് പോയി, നമ്മൾ ഫ്രീ ആയി. ഓക്കെ, വാട്ട് അബൌട്ട് ന്യൂ ക്രിയേഷൻ, പുതിയൊരു ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്, അതിന് അന്നത്തെ നമ്മളെ ക്രിയേറ്റ് ചെയ്യും നമ്മൾ. ഒരു എക്സാമ്പിൾ പറയാം, നിങ്ങൾക്ക് പാസ്റ്റിലേക്ക് പോയിട്ട് നിങ്ങളുടെ പാസ്റ്റ് തിരുത്താൻ കഴിയുമായിരുന്നെങ്കിൽ, എഡിറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ, അത് നിങ്ങളുടെ മെമ്മറിയിൽ നിങ്ങൾ പോയിട്ട് എഡിറ്റ് ചെയ്താൽ നിങ്ങൾ വേറെ ഹിസ്റ്ററിയാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. നിങ്ങൾക്ക് വേറെ സെൽഫ് ഇമേജ് ഉണ്ടാവുക. ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വന്ന വഴി അങ്ങോട്ട് എഡിറ്റ് ചെയ്യും. എഡിറ്റ് ചെയ്തിട്ട് അവിടെ വേറെ അനുഭവങ്ങളിലേക്ക്, സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ്സ് കോൾഡ് മെട്രിക്സ് റീഇംപ്രിന്റിംഗ്. കം ടു ദ പ്രോഗ്രാം, എക്സ്പീരിയൻസ് ദാറ്റ്. ഞാനത് തായ്ലൻഡ് പോയിട്ട് പഠിച്ച സാധനമാണ്. പൊളി സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡില്ലൻ. അതൊരു 1-1.5 ഐറ്റമാണ്. അത് വന്ന് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടാപ്പിംഗ് ഇവിടെ ഒന്നും അല്ല, ടാപ്പിംഗ് വേറെ പോയിന്റാണ്. നിങ്ങൾക്ക് വരാം, പ്രോഗ്രാമിലേക്ക് വരാം. ഓക്കെ, സിമ്പിൾ സാധനമാണ് കേട്ടോ. എങ്ങനെ? അത് ഓൺലൈൻ ആണോ? അത് ഓഫ്ലൈൻ, ഓൺലൈൻ അല്ല, ഓഫ്ലൈൻ ആണ് കേട്ടോ. ഓഫ്ലൈൻ ആണ് അത്. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടോ ഓഫ്ലൈൻ ആവും, എനിക്ക് വരാൻ പറ്റില്ല, എനിക്ക് കഴിയില്ല. അത് പിന്നെ ഈ ഓൾറെഡി പ്രോഗ്രാം ചെയ്ത ആൾക്കാർക്ക് മാത്രമേ ഉള്ളതാണ് കേട്ടോ. അല്ലാത്തവർക്ക് അതിലേക്ക് എൻട്രി ഇല്ല. ബേസിക് ചെയ്തവർക്ക് മാത്രമേ ഉള്ളൂ. കാരണം അത് പഠിച്ചവർക്ക് മാത്രമേ ഇതിലേക്ക് വരാൻ കഴിയുള്ളൂ. കാരണം ഹീലിംഗ് നടന്നാൽ, കാരണം നമ്മൾ അതിലെടുക്കുന്ന ട്രോമാസ് എന്ന് പറയുന്നത് ഡീപ്പ് ട്രോമാസ് ആണ്. വമ്പൻ ബ്ലോക്ക് ബസ്റ്റർ ഐറ്റംസ് എടുക്കും. നിങ്ങൾക്ക് സ്റ്റക്കായി കിടക്കുന്ന ഏത് സാധനവും റിലീസാക്കാം. പിന്നെ ഡീപ്പായിട്ടുള്ള, ഞാൻ പറഞ്ഞല്ലോ, വോംബ് തെറാപ്പി അടക്കമുള്ള ഡീപ്പായിട്ടുള്ള, പിന്നെ റീമാരേജ് നടക്കും. നിങ്ങൾക്ക് വിവാഹം കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ നമ്മളത് റീമാരേജ് ഉണ്ട്. പിന്നെ റീബർത്ത് നടക്കും, പുനർജന്മം. നിങ്ങൾ പുതിയൊരാളായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച ഒരു ലെവലിൽ നിങ്ങൾ പിന്നെ പുനർജനിച്ച് വരുന്നൊരു രീതിയിലുള്ള പ്രോസസ്സൊക്കെയാണ്. സോ ഇറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. നിങ്ങൾ ആഗ്രഹിച്ച വീട്ടിൽ, നിങ്ങളിപ്പം ജനിച്ചത് ഏത് വീട്ടിലായിരിക്കും? ചിലപ്പോൾ ദാരിദ്ര്യം, ബുദ്ധിമുട്ടും, പ്രയാസവും, പ്രയാസങ്ങളും, ഒരുപാട് ലിമിറ്റിംഗ് ബിലീഫിന് കാരണമാകുന്നൊരു വീടായിരിക്കും. അത് നമ്മൾ കംപ്ലീറ്റ്ലി കൊണ്ടുപോയിട്ട് നിങ്ങൾ റീഇംപ്രിന്റ് ചെയ്യും. അതായത് എഡിറ്റ് ചെയ്തിട്ട് വേറെ സാധനമാക്കിയിട്ട് വേറെ വീട്ടിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ആഗ്രഹിച്ച ഏറ്റവും നല്ല സന്തോഷമുള്ള നിങ്ങളുടെ അച്ഛനും അമ്മയും എല്ലാവരും അങ്ങോട്ട് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ, ആ ഒരു ലെവലിലേക്ക് നമ്മളെ കൊണ്ടുവരും. അതൊരു ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു, നമ്മൾ ഡീപ്പ് ഹിപ്നോസിസിൽ പോയിട്ട് ചെയ്യുന്ന പ്രോസസ്സാണ്. ലിറ്ററലി യു വിൽ ചേഞ്ച് ആൻഡ് കം. അതിൽ വന്ന് നോക്കുക, നിങ്ങൾക്ക് അറിയാൻ പറ്റും. 3 days അതിനെടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് തന്നെ ചിന്തിച്ചാൽ മതി. അതും ഓഫ്ലൈനാണ്, 1 day അല്ല. ഓഫ്ലൈൻ 3 days എത്ര എടുക്കുന്ന അത്രയും പണിയുണ്ട്. നല്ല പണിയാണ് എനിക്കും എൻ്റെ ടീമിനും. കാരണം നിങ്ങളിത് ഇങ്ങോട്ട് ഉടച്ച് വാർത്തെടുക്കണമല്ലോ. അത്ര ഡെപ്തിൽ നമ്മൾ ചെയ്യും. മാറ്റത്തിന് വരാൻ തയ്യാറുള്ള, അടുത്തൊരു ലെവലിലേക്ക്, ഹയർ ലെവലിലേക്ക് പറക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കാലിക്കറ്റ് വെച്ചിട്ടാണ് നടക്കുന്നത്. പിന്നെ ഈ പ്രോഗ്രാം റെസിഡൻഷ്യലാണ്. ഹോട്ടലിൽ നിങ്ങൾക്ക് സ്റ്റേ ഉണ്ടാവും. 4 star 5 star ഹോട്ടലിൽ നിങ്ങളുടെ വെൽത്ത് മൈൻഡ് കംപ്ലീറ്റ്ലി മാറും. ടോട്ടലി റിച്ച് ആണ്. പറഞ്ഞോളൂ. ബേസിക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നമ്പറിൽ വിളിച്ചോളൂ, താഴെ കൊടുത്തിട്ടുണ്ട്.
ഓക്കെ. ബേസിക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ടീമിൽ നമ്മുടെ ഗ്രൂപ്പിലുള്ള നമ്പർ, നിങ്ങളുടെ നമ്പർ താഴെ ഇട്ടോളൂ, നമ്മുടെ ടീം മെമ്പേഴ്സ് നിങ്ങൾ വിളിച്ചോളൂ. അജ്മൽ, ഓക്കെ. സാറേ ഒരു റിക്വസ്റ്റ് ഉണ്ട് സാറേ. സാർ പറഞ്ഞോളൂ. ഇടയ്ക്ക് വല്ലപ്പോഴും എറണാകുളം ഭാഗത്തൊക്കെ ഒന്ന് ക്ലാസ് വെച്ച് കഴിഞ്ഞാൽ വലിയ കാര്യമായിരിക്കും. കോഴിക്കോട് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ബാംഗ്ലൂർ പോകുന്ന ദൂരമുണ്ട്. എറണാകുളം ആകുമ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഒന്ന് ഓടി എത്താമല്ലോ. ടാപ്പ് ചെയ്താൽ മതി, അവിടെ ഒരു പ്രശ്നമില്ല. അവിടെ വിഷ്വൽ ചെയ്തോ, ടാപ്പ് ചെയ്തു. ഈ സംസാരം എന്നോട് പറയാൻ പാടില്ല. ഞാൻ മുംബൈയിൽ വന്നിട്ട് അറ്റൻഡ് ചെയ്യുന്നു. എന്നോടാണ് ഈ പറയുന്നത്, മനസ്സിലാവില്ല. അതല്ലേ എറണാകുളം ആകുമ്പോഴേ കുറച്ച് ആൾക്കാർക്കൂടെ വല്ലപ്പോഴും ഒക്കെ ഒന്ന് മീറ്റ് ചെയ്യാമല്ലോ എന്ന് ഞാൻ പറയുമായിരുന്നു. വേറെ കാര്യം, കോഴ്സ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് അവിടെ മീറ്റ് ചെയ്യാമല്ലോ, അതിന് കുഴപ്പമില്ലല്ലോ. അതിനെന്തിനാ ഞാൻ അവിടെ ക്ലാസ് വെക്കുന്നത് എന്നുള്ള എക്സ്ക്യൂസ് അല്ല ഞാൻ പറയുന്നത്. ഞാൻ വെച്ചിട്ടുണ്ട്, ഇതിനു മുൻപ് വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നേരത്തെ ഉണ്ടായിട്ടുണ്ടോ കൊച്ചിയിൽ അങ്ങനെ ക്ലാസ്? വേണ്ടത്ര ആൾക്കാരിലേക്ക് എത്താനായിട്ടില്ല ജെബിൻ, നമ്മൾ എത്തിക്കാം, വറീഡാവണ്ട. ജെബിനൊക്കെ അങ്ങോട്ട് കൂടി അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ അങ്ങ് വെക്കുന്നു. എറണാകുളം എടുക്കും പറഞ്ഞ മാതിരി നമ്മളങ്ങ് എടുക്കും. ഓക്കെ, വറീഡാവണ്ട. നിങ്ങൾ വിഷ്വൽ ചെയ്തോ, ഒക്കെ നടക്കും. തൃശ്ശൂർ വെച്ചാൽ അതിലും കൂടുതൽ ആളുകൾ വരും. സജന മാം ഉണ്ടല്ലോ, അങ്ങ് എഴുതുക, എഴുത്തുകാരി എഴുതൂ, ഞങ്ങളെ കുറിച്ച് മാഗസീനിലും പത്രങ്ങളിലൊക്കെ എഴുതൂ, ഫേസ്ബുക്കിൽ എഴുതൂ, ഇൻസ്റ്റാഗ്രാമിൽ എഴുതൂ. എഴുതിയിട്ട് അതിൽ ആൾക്കാർ വരട്ടെ, അറിയട്ടെ. അപ്പം അതിലേക്ക് എത്തട്ടെ കേട്ടോ. നമുക്ക് എത്തിക്കാം. തൃശ്ശൂർ ചെയ്യാം, എല്ലാ ജില്ലയിലും ചെയ്യാം. കാരണം തീർച്ചയായിട്ടും നമ്മൾ ഫ്യൂച്ചർ കാണുന്നത് ഹോൾ കേരള നമ്മൾ പ്രോഗ്രാംസുകൾ നടക്കും. കാരണം നമ്മളുടെ ഹോൾ കേരള കമ്മ്യൂണിറ്റി നമ്മൾ ബിൽഡ് ചെയ്യുന്നുണ്ട്. ഈ കോഴ്സിലൂടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ വി ആർ ബിൽഡിങ് എ കമ്മ്യൂണിറ്റി, വി ആർ ബിൽഡിങ് എ വേൾഡ് വേർ സ്ട്രേഞ്ചേഴ്സ് കെയർ എന്ന് പറയുന്ന ഒരു സാധനവും നമ്മുടെ ഒരു കോൺസെപ്റ്റാണ്. പേര് ഇപ്പം പുറത്ത് വിട്ടു ഞാൻ. ഓക്കെ, ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു, വരുന്നു, കെയർ ചെയ്യുന്നു. ഇറ്റ്സ് എ ഹീലിംഗ് സ്പേസ്, നമ്മുടെ ഒരു കോൺസെപ്റ്റാണ്. നടപ്പിലാക്കാൻ നിങ്ങൾ സഹായിക്കണം. അതായത് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മീറ്റിങ്ങിന് ആഴ്ചയിൽ ഒരു ദിവസം വരുന്നു, ഒരുമിച്ച് കൂടുന്നു, ഹീൽ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് വിട്ടു. അത് ഓരോ ജില്ലകളിലും ഇത്ര യൂണിറ്റുകൾ എന്നുള്ള രീതിയിൽ നമ്മളൊരു മൈൻഡിലൊരു വിഷൻ ഉണ്ട്. ആ വിഷൻ പോസിബിൾ ആക്കണം. അത് ഞാനല്ല, അത് നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നൊരു സാധനമാണ്. അത് നമ്മൾ എന്ത് ചെയ്യും, നിങ്ങളിലേക്ക് തരും. ഓക്കെ. അപ്പം അഡ്വാൻസ് പ്രോഗ്രാമിന് നിങ്ങൾ വരിക. താല്പര്യമുള്ള ആൾക്കാർക്ക് നമ്പർ ഇവിടെ താഴെ കൊടുത്തോളൂ, പ്രോഗ്രാം നമുക്ക് ചെയ്യാം. പിന്നെ ഞാൻ ഇന്നിപ്പോൾ പുതിയൊരു അപ്ഡേറ്റഡ് വേർഷനായിട്ട് ഞാൻ തിരിച്ചു വരാൻ പോണത്. ഓക്കെ, അതിൻ്റെ ഒരു പവർ ഓക്കെ താങ്ങുമെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ. ഞാൻ മെല്ലെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് സംസാരിക്കുക. എല്ലാം കൂടെ എടുത്തിട്ട് നമുക്കൊരു അടിക്കണം, പൊളിച്ചെടുക്കണം. ലെവലിലേക്ക് നമുക്ക് പോകണം കേട്ടോ. ന്യൂ ഗേൾസ്, ന്യൂ ചാലഞ്ചസ്. സ്റ്റേ വിത്ത് മീ, നമുക്ക് ഒരുമിച്ച് പറക്കാം. കാരണം നിങ്ങളുടെ ഗോൾസ്, നിങ്ങളുടെ സ്വപ്നങ്ങൾ, ജെബിനൊക്കെ ആ വ്ളോഗർ ആക്കിയിട്ടേ അടങ്ങും. ഓക്കെ, ആ ലെവലിലേക്ക് നമുക്ക് എത്തിക്കാം. ഞങ്ങൾ എപ്പോഴും സാറിന്റെ കൂടെ ഉണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ എന്താ പറയാ, മുംബൈയിൽ വെച്ചാലും വരണം, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ജെബിന്, നമ്മൾ തായ്ലൻഡ് പ്രോഗ്രാം വെക്കും, അപ്പൊ അവിടേക്ക് വരണം. ഗോവയിൽ ഒരു പ്രോഗ്രാം വെക്കും, അവിടേക്ക് വരണം. വരുമോ? എന്തോ ചോദ്യം, നമ്മൾ എപ്പോഴും സാറിന്റെ കൂടെ ഉണ്ട്. അതോ തായ്ലൻഡ് ഗോവ എന്നൊക്കെ പറഞ്ഞത് കൊണ്ടാണോ? അല്ല, അതുകൊണ്ടല്ല. ഞാൻ ചോദിച്ചത് നമ്മുടെ അതല്ല, ഞാൻ എപ്പോഴും ചോദിച്ചത് നമ്മുടെ ഈ തെക്കൻ കേരളത്തിലോട്ട് അധികം അങ്ങനെ ആയിട്ടില്ലല്ലോ. അതാണ് ഞാൻ എപ്പോഴും ചോദിക്കുന്നത് സാറേ. അതെങ്ങനെ നമുക്കൊന്ന് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ? തീർച്ചയായിട്ടും ആലോചിക്ക്, പ്ലാൻ ചെയ്ത് നമുക്കത് ഇംപ്ലിമെന്റ് ചെയ്യണം കേട്ടോ. അവിടെ ഒരു ക്യാമ്പയിൻ നമുക്ക് പ്ലാൻ ചെയ്യണം കേട്ടോ. തീർച്ചയായിട്ടും നമുക്ക് പ്ലാൻ ചെയ്യാം. ഞാൻ എല്ലാം ജോക്ക് അസൈഡ്, എല്ലാവരും എന്തെങ്കിലും പ്രോഗ്രാമിലേക്ക് വരാം. നമുക്ക് എന്ത് ചെയ്യാം, എൻജോയ് ചെയ്യാം, ലേൺ ചെയ്യാൻ, പഠിക്കാം. എനിക്ക് ഇത്രയേ ഉള്ളൂ ഉദ്ദേശം, ആഗ്രഹം ഇത്രയേ ഉള്ളൂ. എൻജോയ് ചെയ്ത്, ലേൺ ചെയ്ത്, ആസ്വദിച്ച്, പഠിച്ച് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ഇങ്ങനെ ചിരിച്ച് കളിച്ച് ഹാപ്പി ആയിട്ട് ഞങ്ങൾ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക. അതാണ്. എല്ലാം ഒരു ബാലൻസ് ആണ് നമുക്ക് വേണ്ടത്. ഓവർ സീരിയസ് ആയി, ഓവർ പെർഫെക്ഷനിസമായി, ജാട കാണിച്ച് എന്തോ ആയിപ്പോയിട്ട് സ്ട്രെസ് അനുഭവിച്ചിട്ടൊന്നും നേടണ്ട. ബി ഹാപ്പി, എൻജോയ് ആൻഡ് കീപ് ലേണിംഗ്, കീപ് ഗ്രോയിങ്. ഓക്കെ, താങ്ക് യു. സീ യു ടുമോറോ. നാളെ കാണാം. അല്ലെങ്കിൽ ഇന്നത്തെ അല്ലേ, സൺഡേ അല്ലേ, സൺഡേ അടിച്ചു പൊളിക്കുക കേട്ടോ. Be with your family, enjoy. Thank you. Thank you. Thank you, sir. Sure. Thank you. Thank you, sir. Thank you so much.